ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിന് മുഖാന്തരവുമായി തീരട്ടെ എന്ന് കർത്താവിൽ ആശംസിക്കുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടേതായ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതായ ഈ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസി അനിത ഗിബ്സൺ ജാർഖണ്ഡിൽ നിന്നാണ്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. അനിത, സന്തോഷമായിരിക്കുന്നുവോ? പ്രൈസ് ലോർഡ് ആന്റി, പ്രൈസ് ലോർഡ്. കർത്താവ് സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നപ്പാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ സ്തോത്രപ്പാ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ദാസിയും അടിയനെ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പാദപിടത്ത് ഞങ്ങൾ അല്പസമയം ഇരിക്കട്ടെ. അങ്ങ് നടത്തിയ വിധങ്ങളും വഴികളും ഷെയർ ചെയ്യുവാനുള്ള എല്ലാ ദൈവകൃപയും പരിശുദ്ധാത്മാവിൻ്റെ ദാസിയുടെ മേലവിടുന്ന പകർന്നു കൊടുത്താട്ട് കേൾക്കുന്ന ജനത്തിന് ആത്മീക വർധനവിന് കാരണമായി തീരുവാൻ അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ മഹിമപ്പെടുവാൻ തക്കവണ്ണം അനേകർ ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. നെറ്റ്വർക്കിനെയും സിസ്റ്റത്തെയും എല്ലാം അങ്ങയുടെ വിലയേറിയ കരങ്ങളിൽ തരുന്നു. എല്ലാം അങ്ങ് കൺട്രോൾ ചെയ്താട്ടെ. അല്പസമയം നിന്റെ വിലയേറിയ ചെറുകൻ്റെ മറവ് ഞങ്ങളെ ഇരുത്തിയാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. ഇനിയിപ്പം സാക്ഷ്യം ഷെയർ ചെയ്യാനുള്ള സമയമാണ്. ഓക്കെ, താങ്ക് യു സിസ്റ്ററെ. താങ്ക് യു ആന്റി, താങ്ക് യു. എന്റെ ശബ്ദമൊക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തില് ജോയ്സ് ടി വി ടെസ്റ്റിമണി ചാനലിനോടൊപ്പം ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. തിരുവചനം പറയുന്നത് പോലെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ദൈവത്തിന്റെ കരുണയാലത്രേ, ദൈവത്തിന്റെ കൃപയാലത്രേ ഇന്ന് പൽക്കാലം നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ കർത്താവിനെ സഹായിച്ചത്. ഞാൻ എല്ലാ മഹത്വവും മാനവും കർത്താവ് പറ്റി ഞാൻ അർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് ഒരു പക്ഷേ ഞാൻ കടന്നുപോയ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം. എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ടവരോടായിരിക്കാം ഇന്ന് പൽക്കാലം ഒരു പക്ഷേ ഞാൻ കടന്നുപോയ ജീവിതാനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കുന്നത്. പക്ഷെ ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഒന്ന് ഞാൻ അറിയുന്നു. കാരണം എന്നെ വിളിച്ച ദൈവം നിങ്ങളെയും സ്നേഹിക്കാൻ മതിയായ ദൈവമാണ്. എന്നെ ഇതുവരെ കരുതിയ ദൈവം നിങ്ങളെയും കരുതുവാൻ ശക്തനാണ്. അതുകൊണ്ട് ഒറ്റ വാക്കിൽ ഇത്രമേ പറയാനുള്ളൂ. വന്നതല്ല, നിന്നതല്ല, നിർത്തിയതല്ല, കർത്താവിന്റെ കരുണയാൽ, കർത്താവിന്റെ ദയയാൽ ഇതുവരെയും കൊണ്ടുവരുവാൻ തിരുവചനത്തിൽ പറയുന്ന പോലെ എബനേസറായി കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളിൽ ദൈവത്തെ അറിഞ്ഞ സമയം തൊട്ട്, അതായത് 1994 ഞങ്ങൾക്ക് കുടുംബമായി കർത്താവിനെ അറിയുവാൻ, മാതാപിതാക്കളുടെ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ച് ആ തലത്തിൽ 1994 കേരളത്തിന്റെ നോർത്തേൺ പാർട്ടായ കണ്ണൂർ എന്ന ജില്ലയില് ഇരിട്ടി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തില് ഒരു ഹൈന്ദവ കുടുംബത്തില് ജനിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ആ ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടുള്ള ഭാഗ്യമല്ല പ്രിയ ദൈവമക്കളെ. ആ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ആ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ, അതായത് എൻ്റെ അമ്മയെ, അവരുടെ 10 മക്കളിൽ ഒരാളാണ് എൻ്റെ അമ്മ. 5 പെൺകുട്ടികളും 5 ആൺകുട്ടികളും ഉള്ളൊരു തറവാട്ടിലെ 5ാമത്തെ വ്യക്തിയാണ് എൻ്റെ അമ്മ. ആ അമ്മയെ എൻ്റെ വല്യമ്മയുടെ, അതായത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, യെരമ്യാ പ്രവാചകൻ പറയുന്നത് പോലെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് യെരമ്യാവിനെ കണ്ട ഒരു ദൈവം എൻ്റെ അമ്മയെയും കർത്താവ് കണ്ടിരുന്നു. പ്രിയ ദൈവമക്കളെ, ആ കണ്ടതിന്റെ ഫലമാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മധ്യത്തില് എൻ്റെ ജീവിത സാക്ഷ്യവുമായി നിൽപ്പാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ ഇതേ സമയം എൻ്റെ മാതാപിതാക്കളെ ഞാൻ ഓർക്കുന്നു. കാരണം 94 ഞങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നുവെങ്കിലും ജീവിതത്തില് അനേക പ്രയാസങ്ങളും പ്രതിസന്ധികളിൽ കൂടെ ഞങ്ങൾ കടന്നു പോകേണ്ട അവസ്ഥകൾ കടന്നു വന്നു. കാരണം
അതിനു മുമ്പ് 1987 ഞാൻ ജനിക്കുന്നത്. അതിനുശേഷം എല്ലാം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു അമ്പലവും അങ്ങനെയൊക്കെയുള്ള പണ്ടത്തെ ഒരു സിസ്റ്റമായിട്ട് ഒരു പൂജാവിധികളും ഒക്കെയായി നടക്കുന്ന ഒരു ഹൈന്ദവ കുടുംബത്തിൽ, ഒരു നായർ കുടുംബത്തിലാണ് ഞാൻ ജനിക്കുന്നത്. പക്ഷേ എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ സമാധാനമോ സന്തോഷമോ അങ്ങനെ ഒന്നും അറിയാതെ അനുഭവിക്കാതെ വളർന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നായിരുന്നു എൻ്റെ മാതാപിതാക്കളും വളർന്നു. അതുകൊണ്ട് തന്നെ അവർ ആരാധിക്കുന്ന ദൈവങ്ങളിലോ അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളിലോ ഒന്നും അവർക്ക് ഉറപ്പുമില്ലായിരുന്നു. പക്ഷേ ദൈവത്തെ 94 എൻ്റെ മാതാപിതാക്കൾ ദൈവത്തെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ അവർക്ക് ഏത് ഉറക്കത്തിലും അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാ. അവർക്കൊരു ഉറപ്പ് കിട്ടി. അവർക്കൊരു നിത്യതയുടെ ഒരു ഉറപ്പിന്റെ പുറത്ത് 1994 അവര് എല്ലാം വിട്ടിറങ്ങുവാൻ ഇടയായി. അതിന്റെ പേരിൽ ഒത്തിരി പീഡനങ്ങൾ എൻ്റെ മാതാപിതാക്കൾ സഹിക്കുകയുണ്ടായി. കാരണം കർത്താവിനെ അറിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ അമ്മയെ ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കാനുള്ള ഒരു കാരണം എൻ്റെ പിതാവിൻ്റെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകുന്നത് പോലെയൊക്കെയുള്ള പ്രയാസങ്ങളും എൻ്റെ പിതാവിന് ഇല്ലാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. ഈ ലോകത്തിന്റെ മോഹങ്ങളിലും ലോകത്തിന്റെ പാപ കുഴികളിലുമായിരുന്ന ആ പിതാവിൻ്റെതായ അവസ്ഥകൾ കണ്ട് എൻ്റെ മാതാവ് പല പ്രാവശ്യം ഈ ലോകത്തിൽ തന്നെ ജീവിക്കാൻ ഒട്ടും താല്പര്യപ്പെടാതെ ഈ ലോകത്തിൽ നിന്ന് മാറണം, അല്ലെങ്കിൽ ഈ ലോകത്തിന് എന്തിനു വേണ്ടി ജീവിക്കണം, ആർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ചിന്തയോടുകൂടെ മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടത്തിലാണ് 94 ആ നിത്യമായ ദൈവസ്നേഹത്തിലേക്ക് എൻ്റെ മാതാവിനെ കർത്താവ് ആകർഷിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം എൻ്റെ പിതാവും ദൈവത്തെ അറിയുവാൻ കർത്താവ് ഇടയാക്കി. അതിനുശേഷം ഞങ്ങൾ കുടുംബമായി, ഞങ്ങൾ 2 പെൺകുട്ടികളായിരുന്നു എൻ്റെ മാതാപിതാക്കൾക്ക്. ഞാൻ കുടുംബത്തിലെ മൂത്തയാളാണ്. എൻ്റെ പേര് സിസ്റ്റർ പറഞ്ഞതുപോലെ അനിത ജിപ്സൺ എന്ന്. ഇപ്പൊ 2010 തൊട്ടാണ് അനിത ജിപ്സൺ എന്നായത്. അതിനു മുമ്പ് ഞാൻ അറിയപ്പെടുന്നത് അനിത രവീന്ദ്രൻ എന്ന ആ ഒരു ലേബലിലായിരുന്നു. പ്രിയ മക്കളെ, ഞങ്ങൾ 2 സഹോദരിമാരായിരുന്നു എൻ്റെ മാതാപിതാക്കൾക്ക്. മീൻസ് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഞങ്ങൾ 2 അനുഗ്രഹിക്കപ്പെട്ട പെൺകുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. ഒരു മിനിറ്റ് സിസ്റ്റർ, മാതാപിതാക്കൾ കർത്താവിനെ അറിയാനുള്ള സിറ്റുവേഷൻസ് സിസ്റ്ററിന് അറിയാമോ? എൻ്റെ മാതാപിതാക്കൾ കർത്താവിനെ അറിയാനുണ്ടായിരുന്ന ഒരു സാഹചര്യം, ഒന്ന്, എൻ്റെ പിതാവ് തികച്ചൊരു മദ്യപാനിയായിരുന്നു. അതുപോലെ തന്നെ ഭവനത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ, കുടുംബ പ്രശ്നങ്ങളിൽ ഒത്തിരി എൻ്റെ മാതാവ് സ്ട്രഗിൾ ചെയ്തു. ഒത്തിരി അനുഭവിക്കേണ്ടതായ കുറെ കാര്യങ്ങൾ ജീവിതത്തിന്, അവരുടെ പേഴ്സണൽ ജീവിതം നേരായ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തില് ഒത്തിരി മാനസികമായി വ്യതകൾ കൂടെ എൻ്റെ മാതാവ് കടന്നുപോയി. ഒരു സൈഡില് കുടുംബജീവിതത്തിലുള്ള പ്രയാസങ്ങള്, പ്രശ്നങ്ങള്, മറുവശത്ത് കുടുംബത്തിൻ്റെതായ മാതാപിതാക്കളുടെ, എൻ്റെ അമ്മയുടെ മാതാപിതാക്കളുടേതായ പ്രയാസങ്ങള്, സഹോദരങ്ങളുടെ, അങ്ങനെ ദാരിദ്ര്യവും, അങ്ങനെ കുറെ ഇഷ്യൂസ്, സാധാരണ ലോകത്തിൻ്റെതായ കുറെ ഇഷ്യൂസിൽ കൂടെ എൻ്റെ മാതാവ് കടന്നുപോയി. അതേസമയം തന്നെ എൻ്റെ മാതാവിന്റെ ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. കാരണം വാൽവിന് ചെറിയ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ദൈവത്തെ അറിഞ്ഞ സമയത്ത്, സത്യത്തിൽ ആ ദൈവത്തെ അറിഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ചില സമയം ഞാൻ ചിന്തിക്കുമ്പോൾ ഓർക്കും, അതും ഒരു ദൈവം എത്ര മനോഹരമായിട്ട് അതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഞങ്ങള് വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ടു. കടത്തിണ്ണകളിലും റെന്റഡ് റൂമുകളിലൊക്കെ താമസിക്കുവാനിടയായി. അങ്ങനെ ഒരു പ്രാവശ്യം താമസിച്ച ഒരു പെന്തക്കോസ് കൂടിവരവിന്റെ അടുത്ത് ഉള്ള ഒരു റെന്റഡ് റൂമില് മാതാപിതാക്കൾ ഞങ്ങളെയും കൊണ്ട് താമസിക്കുന്ന സമയം ആരോ പറയുന്നത് കേട്ടു. എൻ്റെ അമ്മ വെള്ളിയാഴ്ച, ഞായറാഴ്ച ഈ ദിവസങ്ങളിൽ പെന്തക്കോസുകാരുടെ പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല. കാരണം അവരെല്ലാം പ്രാർത്ഥിക്കാനിരിക്കും. കാരണം അന്നത്തെ കാലഘട്ടത്തില് വിറകൊക്കെ പെറുക്കി, മീൻസ് മറ്റുള്ളവരുടെ വീടുകളിലൊക്കെ പോയി നമ്മൾ കളക്ട് ചെയ്തൊക്കെ ആയിരുന്നല്ലോ വീട്ടിൽ. അന്ന് ഗ്യാസും കാര്യങ്ങളും ഒന്നും ഞങ്ങളുടെ ഭവനത്തിലില്ല. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം എൻ്റെ അമ്മ ആരും കാണാതെ ഒരു പെന്തക്കോസ് പാസ്റ്ററിന്റെ ഒരു സൈഡിൽ അവരുടെ പാസ്റ്ററുടെ ഭവനത്തിൽ തന്നെ ആരാധന നടക്കുന്നു. ആ സമയത്ത് അവരെല്ലാം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയം നോക്കി എൻ്റെ അമ്മ അവരുടെ പറമ്പിലെ ഒരു കശുമാവിന്റെ കമ്പ് വെട്ടാൻ വേണ്ടി പതുക്കെ ഒരു വാക്കത്തിയൊക്കെ, മീൻസ് വെട്ടുകത്തിയൊക്കെ എടുത്ത് എൻ്റെ അമ്മ കടന്നുപോയി.
പക്ഷേ ഒരു കഷ്ണം വിറകും മാത്രമേ അമ്മ വെട്ടുവാൻ കഴിഞ്ഞുള്ളൂ. ആ സമയത്ത് അമ്മ ആരോ തള്ളിക്കൊണ്ട് പുഷ് ചെയ്തുകൊണ്ട് ആ ഭവനത്തിന്റെ ഹൗസ് ചർച്ചിലേക്ക് ദൈവം എൻ്റെ അമ്മയെ കൊണ്ടെത്തിക്കുവാൻ ഇടയായി. പിന്നെ അവിടെ നിന്ന് സംഭവിച്ചതെല്ലാം എന്താ പറയുന്നേ, ഒരു കുടുംബത്തിന് നിത്യമായ രക്ഷ കൈവരിക്കുന്ന തരത്തിലുള്ള ജീവിതാനുഭവങ്ങളായിരുന്നു എൻ്റെ മാതാവിന്. അന്ന് എൻ്റെ അമ്മ കർത്താവിനെ കണ്ടു. അന്ന് തൊട്ട് എൻ്റെ അമ്മ ഈ ജീവിതത്തിൽ, അമ്മയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അനുഭവിക്കാത്ത ദൈവ സ്നേഹം, ആ കൂട്ടായ്മ, അതിൻ്റെയൊക്കെ എത്ര ആഴമുണ്ടെന്ന് അമ്മയോട് ഇപ്പൊ ചോദിച്ചാലും അമ്മ പറയുന്ന ഒരു കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ അനിത. ഇപ്പോഴും അതൊന്നും വിശദീകരിച്ച് തരാനോ പറഞ്ഞു തരാനോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അന്നത്തെ ആ മഹാസന്തോഷം, ആ മഹാ അനുഭവം, അതൊരു ഭയങ്കര സന്തോഷം തന്നെ മോളെ. കാരണം ആ സന്തോഷം ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങളിലേക്കും വ്യാപരിക്കുവാൻ ഇടയായി. ഞാനതിന് ദൈവത്തിന് നന്ദി പറയുന്നു. പക്ഷെ സെയിം ടൈം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ ഒത്തിരി വെറുത്ത ഒരു സമൂഹമായിരുന്നു. കാരണം ഞാൻ 94 തൊട്ട് ഞാൻ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്, കാരണം ഞാൻ പഠിക്കുന്ന കാലത്ത് ആരും അങ്ങനെ പെന്തക്കോസ്തുകാരായിട്ട് വളരെ ചുരുക്കം പേരാ. കാരണം ഞാൻ പഠിക്കുന്ന സ്കൂളിൽ 1000-ഓളം ഒരു കാത്തലിക് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. 1000-ഓളം സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളില് ഒരേ ഒരു പെന്തക്കോസുകാരി. അത് ഓർണമെന്റ്സ് ഒന്നും ഇല്ല, ഇടാൻ പറഞ്ഞാലും നമുക്ക് ഇടാനുള്ള വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഞാൻ അതുകൊണ്ട് മാനസികമായിട്ട് ഒത്തിരി ഞാൻ വെറുത്തിരുന്നു. കാരണം ഞാൻ പലപ്പോഴും ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ എത്രയൊക്കെ ക്രിസ്ത്യൻ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്, ഈ അമ്മയ്ക്ക് ഈ പെന്തക്കോസുകാരുടെ കൂട്ടത്തിലേ പോകാൻ തോന്നിയുള്ളൂ, ഈ കൂട്ടത്തിന്റെ കൂടെ അമ്മയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയുള്ളൂ എന്നൊക്കെ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ച സമയങ്ങളുണ്ട്. പക്ഷെ അമ്മ അന്ന് എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മോളെ നീ ദൈവത്തെ അറിയുന്നൊരു സമയമുണ്ടാകും, നിന്റെ ജീവിതത്തിൽ ദൈവത്തെ രുചിച്ചറിയുന്ന ഒരു സമയം ഉണ്ടാകും. അന്ന് നീ വിടത്തില്ല മോളെ, അന്ന് നീ ഞങ്ങളെയൊക്കെ വിട്ട് നീ ആ കർത്താവിന് വേണ്ടി നീ ഇറങ്ങും. ഞാൻ പറഞ്ഞു, നടന്നു തന്നെ മമ്മ, ഒരിക്കലും നടക്കാൻ പോകത്തില്ല. കാരണം എനിക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ എൻ്റെ മുകളിലുണ്ട്. കാരണം എൻ്റെ അറിവ് വെച്ച പ്രായം തൊട്ടേ ഞാൻ കാണുന്നത് കഷ്ടതയും പട്ടിണിയും ദുരിതങ്ങളും, ഒന്ന് മാറി രോഗങ്ങളും പ്രയാസങ്ങളും, അങ്ങനെയൊക്കെയുള്ള ലോകത്തിൻ്റെതായ എല്ലാ കഷ്ടതകളിൽ കൂടെ ഞങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. ആരും മിണ്ടാനില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചെന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ 10-13 വർഷം ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. അതിലേക്ക് സഹിക്കാൻ പറ്റാവുന്ന ഒരു വിഷമം എന്ന് പറയുന്നത്, വീട്ടുകാരെല്ലാം അടുത്തടുത്താ താമസിക്കുന്നേ, വലിയ ദൂരങ്ങള് അധികമില്ല. 3 കിലോമീറ്റർ 5 കിലോമീറ്റർ ഡിസ്റ്റൻസില് കുടുംബക്കാരുണ്ട്. പക്ഷെ പലപ്പോഴും ആ കുടുംബത്തിൽ നടക്കുന്ന ഒന്നും ഞങ്ങൾ അറിയാറില്ല. പക്ഷെ ഞങ്ങൾ അറിഞ്ഞ ആ മഹാസന്തോഷം അവരിതുവരെ അറിഞ്ഞിട്ടുമില്ല. പക്ഷെ ആ സാഹചര്യങ്ങളെല്ലാം ഞാൻ ഒത്തിരി ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ കസിൻസ് ഒക്കെ പഠിക്കുന്ന സെയിം സ്കൂളിലാണ്. പക്ഷെ എൻ്റെ കസിൻസ് ഒക്കെ വന്ന് എൻ്റെ ഫ്രണ്ട്സിനോട് മിണ്ടും, പക്ഷെ എന്നോട് മിണ്ടത്തില്ല. ഒറ്റൊരു കാരണമേ ഉള്ളൂ, ഓർണമെന്റ്സ് ഉപയോഗിക്കുന്നില്ല. അവര് പറയുന്നേ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ആ ഒരു കാലത്തിൽ അതായിരുന്നു. പെന്തക്കോസ്ത് എന്ന് പറയുമ്പം ആൾക്കാർ വിചാരിക്കുന്ന ആളെ കൂട്ടുന്ന, ഭക്ഷണം കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു തലത്തില്ല. പക്ഷെ ആ സമയത്ത് കരഞ്ഞു മാറിയിരിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ സൺഡേ സ്കൂളിലും കാര്യങ്ങളെല്ലാം അമ്മ മാക്സിമം അമ്മയെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങളെ വളർത്തുവാനിടയെ ആത്മീകത്തില്. പക്ഷെ അമ്മ അപ്പോഴും പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, അമ്മ കൂലിവേല ചെയ്താണ് ഞങ്ങളെ നോക്കിയത്, അമ്മയും അച്ഛനും കൂടെ. ആ സമയത്തും 1 രൂപ തന്ന് കഴിയുമ്പോൾ സൺഡേ സ്കൂളിൽ പോകാൻ നേരത്ത് 1 രൂപ തരും ഞങ്ങൾക്ക്. വണ്ടിക്കൂലി വേണം, പ്ലസ് സ്തോത്രകാഴ്ച ഇടണം. അതിൽ അമ്മ എപ്പോഴും പറയും, മക്കളെ 1 രൂപ കിട്ടിയാൽ 10 പൈസ അത് കർത്താവിന് വേണ്ടി ഉള്ളത്, അത് കൊടുക്കണം. അത് ഞങ്ങളെ കുഞ്ഞു തൊട്ടേ പഠിപ്പിക്കും. സെയിം ടൈം വീട്ടിൽ ചിലപ്പോൾ പട്ടിണി ആയിരിക്കാം, പക്ഷെ അതിൽ നിന്ന് എടുക്കാൻ എൻ്റെ അമ്മ സമ്മതിക്കത്തില്ലായിരുന്നു ഞങ്ങളെ. അങ്ങനെ ഞങ്ങള് വളർന്നു. ആത്മീകമായിട്ട് ഒരു സൈഡില് ഞാനും ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനവുമായിട്ടുള്ള മാനസികമായ സംഘർഷം ഒരു സൈഡില്, ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന കുറെ വ്യതകൾ ഒരു സൈഡില്, ഒരു ഉത്തരവാദിത്വം നമ്മുടെ തോളിൽ ഇരിക്കുന്നു, അതൊക്കെ ചെയ്യണം. അങ്ങനെ ഒത്തിരി സംഘർഷങ്ങൾ കൂടെ എൻ്റെ ബാല്യവും കൗമാരവും ഒക്കെ കടന്നുപോയി. എൻ്റെ അനിയത്തിയും ഞാനും, ഞങ്ങൾ 3.5 വയസ്സിന് വ്യത്യാസമുണ്ട്. അമ്മ ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ ചെറുപ്പം മുതൽ ഒരു 3.5 വയസ്സ് തൊട്ട് ഞാൻ തന്നെയാണ് അവളെ കെയർ ചെയ്യുന്നതും നഴ്സറി കൊണ്ടുവിടുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും
ഒരമ്മ ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു ഞങ്ങള് വളർന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് അങ്ങനെ ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലമൊക്കെ പോയി. എന്നേക്കാൾ എല്ലാ കഴിവുകളും ഉള്ള ഒരു സഹോദരിയായിരുന്നു എൻ്റെ അനിയത്തിക്കുട്ടി. പക്ഷേ 2005 അവൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുവാനിടയായി. ആ സമയം ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ 2005 ഞാൻ +2 കഴിഞ്ഞു. +2 എഴുതി. അപ്പൊ ഞാനൊരു നേഴ്സ് ആവണമെന്ന് 1ാം ക്ലാസ് തൊട്ട്, അതായത് എൻ്റെ 6 വയസ്സ് തൊട്ട് ആര് ചോദിച്ചാലും ഞാൻ പറയുമായിരുന്നു എനിക്ക് നേഴ്സ് ആവണം. വേറൊന്നിനും അല്ല, എനിക്ക് എൻ്റെ 2 ആഗ്രഹങ്ങളായിരുന്നു ആ സമയങ്ങളിൽ എപ്പോഴും എൻ്റെ മുന്നിൽ ഇങ്ങനെ പോപ്പപ്പ് ചെയ്തുകൊണ്ടിരുന്ന. ഒന്ന്, എൻ്റെ മാതാപിതാക്കളെ എനിക്ക് ടേക്ക് കെയർ ചെയ്യണം, അവർക്ക് നല്ലൊരു ഭവനം വേണം. അവര് സാധാരണ ഈ കൂലിവേലയ്ക്കൊക്കെ പോകാതെ ഒത്തിരി രോഗങ്ങളുള്ള വ്യക്തികളാണ് 2 പേരും. അവരെ ടേക്ക് കെയർ ചെയ്യണം. പിന്നെ എൻ്റെ അനിയത്തിയെ നന്നായി പഠിപ്പിക്കണം. പിന്നെ എൻ്റെ ശിഷ്ടകാലം ഒരു ലെപ്രസി ആൾക്കാരുടെ ഇടയിൽ വേല ചെയ്യണം. ഇതായിരുന്നു എൻ്റെ ഇന്റൻഷൻ. എൻ്റെ 6 വയസ്സ് തൊട്ട് ആര് ചോദിച്ചാലും ടീച്ചേഴ്സ് ചോദിക്കുമല്ലോ നിങ്ങൾക്ക് ഭാവിയിൽ എന്താകണം. അപ്പൊ എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ, അത് എങ്ങനെയാകും എന്താകും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആര് ചോദിച്ചാലും ഞാൻ പറയുമായിരുന്നു എനിക്ക് നേഴ്സ് ആവണം. മിക്കപ്പോഴും വീട്ടില് എൻ്റെ അമ്മയും അപ്പനും പട്ടിണി കിടന്നാലും ഞങ്ങളെ കിടത്തത്തില്ല. എങ്കിലും വയറ് നിറച്ച് എന്താ പറഞ്ഞേ, റേഷൻ കടയിൽ നിന്നുള്ള അരിയും അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കാണും, ദാൽ വർഗ്ഗങ്ങളൊക്കെ കാണും. എന്നാലും എൻ്റെ അപ്പനും അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ഒരു സോപ്പിനോ എണ്ണയ്ക്കോ അങ്ങനെയൊന്നും പുറത്തേക്ക് ഒന്നും പോവരുത്, ഭവനത്തിൽ തന്നെ ആയിരിക്കണം. അപ്പോഴും അവര് പറയും എത്ര കഷ്ടത വന്നാലും എത്ര പട്ടിണി വന്നാലും മക്കളെ, നമ്മുടെ വിഷമം നമ്മളും കർത്താവ് അല്ലാതെ ഈ വീട്ടിന്റെ വെളിയിലേക്ക് പോവരുത് കുഞ്ഞുങ്ങളെ. കാരണം ദൈവമാ നമ്മളെ വിളിച്ചത്, ദൈവമാ നമ്മളെ അവരുടെ ഇടയിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ അറിയരുത് കുഞ്ഞുങ്ങളെ, കർത്താവ് മാത്രമേ അറിയാവൂ എന്ന് ചെറുപ്പം മുതലേ ഞങ്ങളോട് പറയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് സങ്കടങ്ങൾ വന്നാലും ഏത് വിഷമതകൾ വന്നാലും പ്രിയതേ മക്കളെ ഞങ്ങൾ ആരോടും പറയാറുണ്ടായിരുന്നില്ല. കാരണം ഈവൻ ഞങ്ങളുടെ സഭാ പാസ്റ്ററോട് പോലും ഞങ്ങൾ ഷെയർ ചെയ്യത്തില്ല. പക്ഷെ ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു കൂട്ടം വിശ്വാസ സമൂഹത്തെ ദൈവം ഞങ്ങൾക്ക് തരുവാനിടയായി. അത് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരുന്നു. പലപ്പോഴും എൻ്റെ അമ്മ ഞാൻ കണ്ടിട്ടുണ്ട്, കാരണം വേറെ ഡ്രസ്സ് മാറാനില്ല. രാത്രി സമയങ്ങളിൽ വിറകടുപ്പിന്റെ അടുത്തൊക്കെ ഇരുന്ന് അമ്മ ഡ്രസ്സ് കഴുകി ഉണക്കി ഉപയോഗിക്കുന്ന അവസ്ഥകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കാണെങ്കിലും യൂണിഫോം അല്ലാതെ മറ്റൊരു വസ്ത്രം ഞങ്ങൾക്ക് മാറിയിടാൻ ഇല്ലാത്തൊരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും എൻ്റെ അമ്മ പറയും, മക്കളെ യൂണിഫോം ഉണ്ടല്ലോ അത് മതി കുഞ്ഞുങ്ങളെ, വസ്ത്രം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ലജ്ജ മറയ്ക്കാനുള്ളത് നിങ്ങൾക്കുണ്ടല്ലോ അത് മതി കുഞ്ഞുങ്ങളെ, ദൈവം തരും, നിങ്ങളുടെ ഈ അവസ്ഥകൾക്കെല്ലാം മാറ്റം ദൈവം തരും എന്നുള്ളൊരു ഉറപ്പ് എപ്പോഴും അമ്മ ഇങ്ങനെ ഞങ്ങളെ കുത്തി നിറയ്ക്കുമായിരുന്നു. പക്ഷേ ആ സാഹചര്യങ്ങളിലും ഞാൻ അമ്മയോട് ചോദിക്കുമായിരുന്നു, അമ്മ എന്താ ഈ പറയുന്നേ? ഞാൻ ഹൈസ്കൂളിലേക്കൊക്കെ എത്തുമ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കാൻ തുടങ്ങി, അമ്മ എന്താ ഈ പറയുന്നേ? കാരണം സത്യം പറഞ്ഞാൽ ഹൈസ്കൂളിലേക്ക് 10th ക്ലാസ്സിലേക്കൊക്കെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ വരാൻ തുടങ്ങി. ശനിയാഴ്ച മറ്റു കൂട്ടുകാരൊക്കെ ശനിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം വരാൻ അവർ ഒത്തിരി ആഗ്രഹിക്കും. പക്ഷെ ഞാൻ മാറി ഇന്ന് പ്രാർത്ഥിക്കും, കർത്താവേ സാറ്റർഡേ എന്നുള്ളൊരു ദിവസം വെക്കല്ലേ. കാരണം ശനിയാഴ്ച ആയിരിക്കും സ്പെഷ്യൽ ക്ലാസ്സുകൾ സ്കൂളിൽ വെക്കുന്നത്. ആ സമയത്ത് കളർ ഡ്രസ്സ് ഇടാം. പക്ഷേ അന്ന് എനിക്ക് കളർ ഡ്രസ്സ് ഇല്ല. അപ്പൊ ഞാൻ കർത്താവിനോട് പറയും, എൻ്റെ ദൈവമേ സ്പെഷ്യൽ ക്ലാസ് വെക്കല്ലേ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമം വെക്കണേന്ന്. പക്ഷേ ആ ഒരു കാലഘട്ടവും കഴിഞ്ഞു പോയി. എന്നാലും ഒരു ക്ലാസ് പോലും ആരോഗ്യമുണ്ടെങ്കിൽ മുടക്കാതെ സ്കൂളിലേക്കൊക്കെ പോകുവാനും ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. പലരും എന്നെ നോക്കി വിധി എഴുതി, ഇവള് ജയിക്കത്തില്ല. ലോകത്തിൻ്റെതായ കണ്ണിൽ പലരും എന്നെ നോക്കി പറഞ്ഞു, അവളെ കൊണ്ടൊന്നിനും കഴിയത്തില്ല. പക്ഷേ എൻ്റെ ദൈവം നേരത്തെ എന്നെ കുറിച്ച് ചില പദ്ധതികൾ കർത്താവിന്റെ സന്നിധിയിൽ അപ്പൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പദ്ധതിയിലേക്ക് എത്താൻ ഞാൻ കുറച്ച് സമയമെടുത്തു എന്നുള്ളത് സത്യം. അങ്ങനെ 2003 എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ പ്രിയ ദൈവമക്കളെ.
സഭയിൽ ആര് ദേവദാസന്മാര് വന്നാലും ദേവദാസിമാര് വന്നാലും ഒരു ദൂത് എനിക്ക് ഉറപ്പാ. ആ ദൂത് ഒറ്റ ദൂതേ ഉള്ളു. അപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും, ഈ വരുന്നവർക്ക് മുഴുവൻ ഇത്രയും കുട്ടികൾ ഇല്ലെങ്കിൽ ഇത്രയും പാസ്റ്റർമാരുടെ മക്കളുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്, അവരോടൊന്നും ദൂത് പറയാനില്ല, എന്നോട് മാത്രമേ ഈ ദൂത് പറയാനുള്ളൂ. എനിക്കാണെങ്കിൽ ഒരു കൊട്ട സ്വപ്നങ്ങളുമായി മാറിയിരിക്കുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒതുങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതക്കാരിയായിരുന്നു ഞാൻ ആ കാലഘട്ടത്തിൽ. പറയുന്നവരൊക്കെ എന്നോട് ഒറ്റ കാര്യമേ പറയാറുള്ളൂ, നീ വെച്ചിരിക്കുന്ന പദ്ധതികളോ പ്ലാനുകളോ ഒന്നും നടക്കത്തില്ല കുഞ്ഞെ, നീ കർത്താവിന് വേണ്ടി വേറിട്ടവളാ, നിന്നെ ദൈവം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ ദൈവം കണ്ടതാ കുഞ്ഞെ, നീ കർത്താവിനുള്ളതാ. അപ്പൊ ഞാൻ ഒരു ദിവസം സഹിയായിട്ട് കടന്നു വന്ന ഒരു ദേവദാസനോട്, ദേവദാസനും ദാസിയുമായിരുന്നു, അവര് പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ഒരു ആന്റി അങ്കിളുമായിരുന്നു. ആ ആന്റിക്കും അങ്കിളിനും എന്റെ പ്രായമുള്ള കുഞ്ഞുങ്ങളും ഉണ്ട്. അതിനു മുമ്പ് പരിചയപ്പെട്ടപ്പം ആ ഞാൻ ചോദിച്ചു, അവര് പല പ്രാവശ്യം ചർച്ചിൽ വന്നവരാ. ഞാൻ ചോദിച്ചു, ആന്റിയുടെ കുഞ്ഞെന്തോ ചെയ്യുന്നത്, മോൻ എന്തോ ഇനിയിപ്പം അവനും +1 പഠിക്കുന്നു, എന്ത് ചെയ്യും? അപ്പം ആന്റി പറഞ്ഞു, മോളെ ഇതാ ഞങ്ങളുടെ ആഗ്രഹം ഇതാ, പക്ഷെ അവന്റെ ആഗ്രഹം ഇതാ. ഓക്കെ, ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അന്ന് രാത്രിക്കത്തെ ശുശ്രൂഷയിൽ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ്, ഞാൻ പമ്മിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്നെ ആരും കാണരുത്, എന്നോട് ആരും ആലോചന പറയരുത്, അങ്ങനെ മറഞ്ഞിരിക്കുന്ന എന്നോട് ആ ആന്റിയും അങ്കിളും ഒരുപോലെ രണ്ടുപേരും ഒരുമിച്ച് കടന്നു വന്ന് എന്റെ തലയിൽ തൊട്ട് പറഞ്ഞു, നീ ഇത് മറഞ്ഞിരിക്കേണ്ടവളല്ല, ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരുന്ന സമയമുണ്ട് കുഞ്ഞെ, അതുകൊണ്ട് നീ ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നു, പദ്ധതി ഇരിക്കുന്നു, ഒന്നും നടക്കത്തില്ല, നീ കർത്താവിന് വേണ്ടി ഉള്ളവളാ, നീ സ്റ്റേറ്റുകൾ കടക്കും, രാജ്യങ്ങൾ കടന്നു ദൈവത്തിന്റെ വചനവുമായി നീ കടന്നു പോകുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിൽ പറഞ്ഞു, നടന്നത് തന്നെ നടക്കത്തില്ല. കാരണം ഞാൻ ഒരു കൊട്ട ലിസ്റ്റുമായിട്ടാ ഞാൻ ഇരിക്കുന്നത്, എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ ആര് നോക്കും, ഞാൻ പോയാ. പക്ഷേ ആ ദേവദാസി ലാസ്റ്റ് സമയം സഭയിൽ നിന്ന് പോകുന്ന അന്ന് എന്നോട് പറഞ്ഞു, മോളെ നീ പോകും, നിന്നെ ഞാൻ അയക്കും, ആരും പറഞ്ഞു കേട്ടിട്ടല്ല, അല്ലാതെ തന്നെ നീ തന്നെ പോകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ നടക്കുന്നു, ഓക്കെ ആന്റി നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ സന്തോഷത്തോടെ അവരെയും വിട്ടു. ആ സമയത്താണ്, അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയം, 2003 എക്സാം ഒക്കെ കഴിഞ്ഞു, റിസൾട്ട് വന്നു. പ്രതീക്ഷിച്ച വലിയ മാർക്കൊന്നും കിട്ടിയില്ല, എങ്കിലും ഞാൻ പാസ്സായി. അപ്പം +1 അഡ്മിഷൻ വേണം. ആ സമയത്ത് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി +1 അഡ്മിഷനും റെഡിയാക്കി വെച്ചിരുന്നു. എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് ആ സമയങ്ങളിൽ എനിക്ക് മാനസികമായി ഒത്തിരി പിന്തുണ നൽകുന്ന 2 അധ്യാപകരുണ്ടായിരുന്നു. ആ സാറും ടീച്ചറും എനിക്ക് വേണ്ടിയുള്ള അഡ്മിഷനും കർത്താവായിട്ട് തന്നെ എനിക്ക് വേണ്ടി ഒരുക്കി. പക്ഷേ 2003 ഡെങ്കു ഫീവർ വന്ന, അതായത് ആ സമയത്ത് ഞങ്ങളുടെ ജില്ലയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തൊരു പനിയായിരുന്നു എന്റെ കേസ്. ആ സമയത്ത് ഡോക്ടർമാർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഒരാഴ്ച വൈറൽ ഫീവർ എന്നുള്ള പറഞ്ഞതിന്റെ പേരിൽ അതിന്റെ ട്രീറ്റ്മെന്റുകൾ നടന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന രാത്രി എന്റെ ബോധമൊക്കെ നശിച്ച്, എന്റെ ശരീരത്തിന്റെ രോമകൂപങ്ങളെല്ലാം നീര് വെച്ച് ബ്ലഡ് തെറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ അബോധാവസ്ഥയിലായി. എന്നെ ഡോക്ടേഴ്സ് പെട്ടെന്ന് തന്നെ രാത്രിക്ക് തന്നെ എന്നെ പിന്നെയും വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ഞാൻ അറിയുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഞാൻ തീരാൻ പോവുകയാണ്. കാരണം എനിക്ക് ഇവർ പറയുന്നതും ചെയ്യുന്നതൊക്കെ എനിക്കറിയാം, പക്ഷെ എനിക്ക് വാ തുറക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇരുന്നു പ്രിയതേ മക്കളെ. പക്ഷേ ആ സമയത്ത് ഞാൻ അവരോട് ഉള്ളിൽ ഞാൻ കർത്താവിനോട് ഞാൻ പറഞ്ഞു, അപ്പാ ഞാൻ ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ പലപ്പോഴും ഞാൻ മറുതലിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു പതുങ്ങി ഒരു സ്വഭാവം ഒക്കെ ആണെങ്കിലും, ഒരു പാവം നേച്ചർ ആണെങ്കിലും, ഉള്ളിൽ ഞാൻ ഒത്തിരി അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അങ്ങയെ പൂർണ്ണമായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ഒരവസരം കൂടെ താപ്പാ, ഒരവസരം കൂടെ ഒരവസരം തന്നാ ഞാൻ അങ്ങേക്ക് വേണ്ടി ഇറങ്ങിക്കോളപ്പാ. ഭയങ്കര തീരുമാനങ്ങളൊക്കെ എടുത്തു. ഞാൻ കേൾക്കുന്നുണ്ട് എൻ്റെ കൗണ്ട് 30,000-ലേക്ക് എൻ്റെ ബ്ലഡ് കൗണ്ട് വന്നു. അപ്പൊ ഡോക്ടേഴ്സ് അമ്മയോടും അപ്പനോട് പറഞ്ഞ കാര്യമാ, ഇനി ഈ കുട്ടിയെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, മെഡിക്കലി ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തു, പക്ഷെ ഇനി നിങ്ങൾ വിളിക്കുന്ന ദൈവം എന്തെങ്കിലും നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ചെയ്താൽ അവളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. മെഡിക്കൽ സയൻസിൽ എനിക്ക് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ആ രാത്രി എനിക്ക് എൻ്റെ ബ്ലഡ് എല്ലാം മാറ്റി കയറ്റി എൻ്റെ ശരീരത്തിൽ. എൻ്റെ പിതാവിൻ്റെ തന്നെ ബി പോസിറ്റീവ് ആണ്, അദ്ദേഹത്തിന്റെ തന്നെ ബ്ലഡൊക്കെ എൻ്റെ ശരീരത്തിലേക്ക് മാറി. അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ദൈവവുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ കർത്താവിനോട് പിന്നെ അവിടെയും പറഞ്ഞു,
മോളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നെ വേണം. ആ അത് കഴിഞ്ഞു. ഡോക്ടർ എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് 4ാമത്തെ ദിവസം എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ ഭവനത്തിലേക്ക് വന്നു. ആ സമയത്ത് എനിക്ക് ആ ഓവർ ഡോസ് മെഡിക്കേഷന്റെ ഒക്കെ ഭാഗമായിട്ട് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, മോളെ, ഒരു സങ്കടകരമായ ഒരു കാര്യമുണ്ട് പറയാൻ. ഒന്നെങ്കിൽ നിന്നോട് തന്നെ ഞങ്ങൾ നേരിട്ട് പറയും, ഒന്നെങ്കിൽ നിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങള് ചലിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിനക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീ വരും. ഇല്ല എങ്കിൽ നിന്റെ മുടികളെല്ലാം കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മോളെ. അതുകൊണ്ട് നീ ഭാരപ്പെടണ്ട, അത് പതുക്കെ വരും. അത് കേട്ടപ്പോ അടുത്ത് തലയ്ക്ക് രണ്ടടിച്ചു പോത്തൊരു പ്രതീതിയായിരുന്നു ഞങ്ങൾക്ക്. കാരണം എൻ്റെ അമ്മ പിന്നെയും വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. പെൺകുട്ടിയാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? കുടുംബക്കാരുടെ മുമ്പിൽ പിന്നെയും ഞങ്ങൾ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കേണ്ടി വരുമല്ലോ. അങ്ങനെ ഒത്തിരി ടെൻഷൻ. പക്ഷെ ഞാൻ അമ്മയോട് ചേർത്ത് പിടിച്ച് ഞാൻ അന്ന്, കാരണം എനിക്കറിയാം ഞാൻ ആ ICU കിടന്ന് ഞാൻ അനുഭവിച്ച മാനസിക ദൈവവുമായിട്ട് ആ മല്ലിട്ട അവസ്ഥകൾ എനിക്കറിയാം. അപ്പൊ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ, ലോകം ജീവിതം കിട്ടത്തില്ല, അല്ലെങ്കിൽ ജീവൻ നഷ്ടമാകും എന്ന് പറഞ്ഞെടുത്ത എന്നെ കർത്താവ് തിരിച്ചു തന്നത്. അതുപോലെ, അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ പറഞ്ഞു. അമ്മയെ ഞാൻ ഉറപ്പിച്ചു. ഭവനത്തിൽ തിരിച്ചു വന്നു. 7ാമത്തെ ദിവസമായപ്പോഴേക്കും എൻ്റെ മുടിയെല്ലാം കൊഴിയാൻ തുടങ്ങി. കോമ്പ്, അതായത് ചീർപ്പ് തലയിൽ വെക്കാൻ കഴിയാത്ത അവസ്ഥ. എന്നെ 10ാം ക്ലാസ്സിൽ കണ്ട കുട്ടികൾക്ക് ആർക്കും, 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ +1 അഡ്മിഷന് വേണ്ടി പോയപ്പം ആർക്കും എന്നെ മനസ്സിലാകാത്ത തരത്തിലായി. കാരണം അവർക്ക് തന്നെ അത്ഭുതമായിരുന്നു. കാരണം എന്നെ 2 കാര്യത്തിലാ ഇങ്ങനെ സ്കൂളിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഒന്ന്, ലോങ് ഹെയർ ഉള്ള ഒരു കുട്ടി, 2 പെന്തക്കോസുകാരി. ഈ 2 ലേബലിൽ അറിഞ്ഞിരുന്ന ഞാൻ, അത് മാറി. കാരണം എനിക്കത് ഭയങ്കര ബൂസ്റ്റ് ആയിരുന്നു. കാരണം അറ്റ്ലീസ്റ്റ് അതിലെങ്കിലും ഞാൻ അറിയപ്പെടുന്നല്ലോ. അപ്പൊ ഞാൻ ആ മുടിയൊക്കെ അതുപോലെ എല്ലാവരും കാണിക്കാൻ പറ്റുന്ന തരത്തിൽ മാക്സിമം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മുടിയൊക്കെ ഇട്ടുകൊണ്ട് പോകത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദൈവം എന്നെ അവിടെ ശൂന്യമാക്കി. ഞാൻ എവിടെ അഹങ്കരിച്ചോ 1ാമത്തെ അടി എനിക്ക് അവിടെ ആയിരുന്നു. എന്നെ ഒരു കീമോ ചെയ്ത ഒരു പേഷ്യന്റ് പുറത്തു വരുന്ന പോലെ ഞാൻ പുറത്തു വന്നു. ഞാൻ ആദ്യത്തെ 2 മാസം സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന തലേ സ്കാർഫ് കെട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും ഞാൻ എൻ്റെ കർത്താവിനോട് ഞാൻ ചോദിച്ചു, അപ്പ തന്ന ജീവിതമാ, തിരിച്ചു തന്നതാ. പക്ഷേ അപ്പന് കഴിയുമല്ലോ എൻ്റെ ജീവിതം, അല്ലെങ്കിൽ എൻ്റെ ജീവൻ തിരിച്ചു തരാൻ കർത്താവിന് പറ്റുമെങ്കിൽ എൻ്റെ ഈ കൊഴിഞ്ഞു പോയ മുടികളെ തിരിച്ചു തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പതുക്കെ ഗ്രാജുവലി എനിക്ക് നഷ്ടമായതിന്റെ അത്രയൊന്നും വന്നില്ലെങ്കിലും സ്കാർഫൊക്കെ തലേന്ന് അഴിച്ചു മാറ്റാവുന്ന തരത്തിലുള്ള മുടിയും കാര്യങ്ങളും കർത്താവ് എനിക്ക് തന്നു. അവിടെയും +1 +2 എന്ന് പറയുന്നത് 10ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ച എനിക്ക്, ഞാൻ പഠിക്കുന്ന സമയത്താണ് 2003 ആ കാല സമയത്താണ് +1 +2 എന്നൊരു സിസ്റ്റം വരുന്നത്. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പെട്ടെന്ന് അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ആദ്യത്തെ സമയങ്ങളിലെല്ലാം ഞാൻ മലയാളം 6 സബ്ജക്റ്റില് ഞാൻ 3rd ഗ്രൂപ്പ് എടുത്തു. 6 സബ്ജക്റ്റില് 5 സബ്ജക്റ്റിന് ഞാൻ തോക്കും, ഒറ്റ സബ്ജക്റ്റിനെ ജയിക്കത്തുള്ളൂ, അത് മലയാളമാണ്. അത് നല്ലൊരു മാർക്കും കിട്ടും. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല. അപ്പോഴും എനിക്ക് ആശ്രയം വീട്ടിൽ വന്ന വീട്ടിലെ പ്രഷർ വേറെ, സഭയിലെ പ്രഷർ വേറെ, കൂട്ടുകാരുടെ പ്രഷർ വേറെ, സ്കൂളിലെ പ്രഷർ വേറെ. പക്ഷേ സ്കൂളുകാർ അവസാനം +2 സമയമായപ്പോഴത്തേക്ക് അവരൊരു വിധി എഴുതി. എൻ്റെ അമ്മയെ വിളിച്ചു തന്നെ അവർ പറഞ്ഞു, സഹോദരി, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, ഞങ്ങളുടെ സ്കൂളിൽ 100%, ഇവളെ പരീക്ഷ എഴുതിപ്പിച്ചാൽ ഞങ്ങളുടെ 100% പോകും, അതുകൊണ്ട് നടക്കത്തില്ല, അവള് വലിയ കൊച്ചായി, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാനൊക്കെ അവളെ കൂട്ടിക്കോളാൻ പറഞ്ഞു. എൻ്റെ അമ്മ അവിടുന്ന് പൊട്ടിക്കരഞ്ഞ്, സാറുമാരുടെ സ്റ്റാഫ് റൂമിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ചോണ്ട് അമ്മ ഇങ്ങനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞു, മോളെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്, നിന്നെ കൊണ്ട് കഴിയും, നീ ഒരു വട്ടം കൂടെ നീ ശ്രമിക്കുക. സാധാരണ എൻ്റെ അമ്മ അങ്ങനെ ഒന്നും പറയുന്ന ഒരു വ്യക്തിയല്ല. കാരണം ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകടി വെക്കുന്ന പോലെ എൻ്റെ അമ്മ ഞങ്ങളെ 2 പേരെ നോക്കുന്ന. കാരണം പെൺകുഞ്ഞുങ്ങളാണ്, ആരും അത്ര സ്ട്രിക്റ്റ് ആയ ഒരു അമ്മയായിരുന്നു എൻ്റെ അമ്മ.
രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം കയറി വരും, ഞങ്ങളെ ഭയപ്പെടുത്തിയും അങ്ങനെയൊക്കെ നോക്കുന്നൊരു അമ്മ. പക്ഷെ അന്ന് എൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് അത് പറഞ്ഞു. ആ കണ്ണുനീരാണോ എന്താണെന്നറിഞ്ഞൂടാ, എൻ്റെ ഹൃദയത്തിൽ അത് ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ എൻ്റെ സാറുമാരോട് ഒരിക്കൽ പോലും, എൻ്റെ 17 വയസ്സിൽ ഞാൻ ഒരിക്കൽ പോലും ഞാൻ ആരോടും മുഖം കറുത്തല്ലെങ്കിൽ മുഖം മുഷിഞ്ഞ് ഞാൻ സംസാരിക്കാൻ എനിക്ക് അറിയില്ല. പക്ഷെ അന്ന് ഞാൻ എൻ്റെ അമ്മയെ വഴക്ക് പറഞ്ഞ് അധ്യാപകനോട് ഞാൻ പറഞ്ഞു, സാർ നോക്കിക്കോ, ഞാൻ ഈ സ്കൂളിൽ നിന്ന് തന്നെ ഫസ്റ്റ് ക്ലാസ് മാർക്കോട്ട് തന്നെ ഞാൻ പുറത്തിറങ്ങും, സാറ് നോക്കിയാൽ. അപ്പൊ സാർ എന്നെ നോക്കി ചിരിച്ചു. കാരണം ഈ 4 ടേം പരീക്ഷ കഴിഞ്ഞിട്ടും മലയാളത്തിനല്ലാതെ ജയിക്കുന്ന ഞാൻ ഫുൾ പരീക്ഷ എഴുതി ജയിക്കാൻ പറഞ്ഞു. പറ്റും, എന്റെ ദൈവത്താൽ കഴിയും. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എങ്ങനെ പറഞ്ഞെന്നാ. പക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയ ആരെങ്കിലും അങ്ങനെ ജീവിത സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോയവരുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. ഒരു പക്ഷെ ഞാനും നിങ്ങളും വിചാരിക്കും നമ്മളെ കൊണ്ടൊന്നും കഴിയത്തില്ല, അല്ലെങ്കിൽ അവളെ കൊണ്ട്, അല്ലെങ്കിൽ അവനെ കൊണ്ട്, നമ്മുടെ മക്കളെ കൊണ്ട് കഴിയത്തില്ല എന്ന് ഞാനും നിങ്ങളും വിചാരിക്കും. പക്ഷേ നമ്മുടെ ദൈവം, ഒരുവനെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ, തീർച്ചയായിട്ടും അതിനുവേണ്ടി ഇറങ്ങി വരും. കർത്താവ് തന്നെ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ഞാൻ പറയട്ടെ, +2 പരീക്ഷ 2005 ഞാൻ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 359 മാർക്കോടെ തന്നെ ഞാൻ ഏതൊക്കെ വിഷയത്തിന് പിള്ളേരുടെ മുമ്പിൽ, അല്ലെങ്കിൽ സ്കൂളിൽ 1000 കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂളിന്റെ വരാന്തയിലൊക്കെ ഞാൻ നാണം കെട്ട്, അതായത് ലജ്ജിച്ച് ക്വസ്റ്റ്യൻ ആൻസർ പറയാതെ പുറത്തിറങ്ങി നിന്ന് എന്നെ ആ സ്കൂളിൽ തന്നെ ആ വിഷയങ്ങൾക്കൊക്കെ ടോപ്പാക്കി തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എത്ര മാർക്ക് ആ പരീക്ഷകൾക്കെല്ലാം. ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത എനിക്ക് ആ വർഷത്തെ 2005 +2 ഇംഗ്ലീഷ് എക്സാമിന്റെ ടോപ്പസ്റ്റ് മാർക്ക്, ഒത്തിരി മാർക്കൊന്നുമില്ല പ്രിയ മക്കളെ, 58 മാർക്ക് എനിക്ക് തന്നു, ദൈവം തന്നു. എനിക്കറിഞ്ഞുകൂടാ അത് എങ്ങനെ കിട്ടിയെന്ന്. പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്തു. കാരണം രാവിലെയും വൈകിട്ടും എനിക്ക് ഒത്തിരി നേരം ഉറക്കളച്ച് പഠിക്കാനോ ഒത്തിരി ഓർമ്മ ഇരുത്തി അങ്ങനെ ബൈഹാർട്ട് ചെയ്യാനൊന്നും അറിയാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ കർത്താവിനോട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറയാം, അപ്പൊ ഞാൻ അങ്ങേക്കുള്ളതാ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. എനിക്ക് വേറെ ആരുമില്ല ആശ്രയിക്കാൻ. എന്റെ ദുഃഖം പങ്കുവെക്കാൻ എനിക്ക് ആരുമില്ല, അങ്ങ് മാത്രമേ ഉള്ളൂ. എന്തായിക്കൊള്ളട്ടെ പ്രിയ ദൈവമക്കളെ, 2005 നല്ല റിസൾട്ടോട് കൂടെ ദൈവം പുറത്തിറക്കുവാൻ, +2 കഴിഞ്ഞിറങ്ങുവാൻ സഹായിച്ചു. ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ഞാൻ എത്രയോ വർഷം ആഗ്രഹിച്ച എൻ്റെ ആ നഴ്സിംഗ് എന്ന ഒരു സ്വപ്നത്തിലേക്ക് ഞാൻ പഠിക്കാൻ പോകുന്ന ഒരു സാഹചര്യം എനിക്ക് സഭയിൽ നിന്ന് തന്നെ ഒരു സ്പോൺസർഷിപ്പ് എനിക്ക് ഉണ്ടായിരുന്നു. ആ സമയത്തും അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ധൈര്യത്തോടായിരുന്നു ഞാൻ നിന്നത്. എനിക്ക് പഠിക്കാം, ഞാൻ പോകും, ഞാൻ പഠിക്കും, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും. പക്ഷേ 2005 എന്റെ സഹോദരി ആ സമയത്ത് 10ാം ക്ലാസ് പഠിക്കുന്ന സമയം, 10ാം ക്ലാസ്സിലേക്ക് ജസ്റ്റ് കയറുതേ ഉള്ളൂ. 2005 എന്റെ സഹോദരി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഈ ലോകത്ത് അവള് സ്വയം അവളുടെ ജീവനെ ഒടുക്കുവാൻ തക്കവണ്ണം ഇടയായി. ആ സാഹചര്യം, അതായത് എന്റെ മുമ്പിൽ തന്നെ പലപ്പോഴും നമ്മള് പല മീഡിയകളിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, കത്തിപ്പോവുക അല്ലെങ്കിൽ കത്തിത്തീരുക എന്നൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ 2005 ജൂൺ മാസം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ഫേസ് ചെയ്യേണ്ടതായി വന്നു, ഞാൻ കാണേണ്ടതായി വന്നു. എൻ്റെ കണ്ണിന്റെ മുൻപിൽ തന്നെ എൻ്റെ സഹോദരിയിലോ മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഒന്ന് ഓർത്തു നോക്കി കാണാം, വിശ്വാസത്തിൽ വന്ന് 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു അനർത്ഥം കുടുംബത്തിൽ സംഭവിക്കുന്നത്. നാട്ടുകാരും വീട്ടുകാരും സഭയും എല്ലാം ഞങ്ങളോട് ചോദിച്ചു, വായി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടായി, നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ സമയത്ത് സത്യത്തിൽ കണ്ണുനീരല്ലാതെ ആ വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യന്റെ മുമ്പിൽ പതറി നിന്ന ഒരു 18 വയസ്സുകാരിയാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അന്ന് എന്റെ മാതാപിതാക്കൾ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന എന്റെ മാതാവിനെയും പിതാവിനെയും ഞാൻ കാണുവാനിടയായി. കാരണം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആരോടൊക്കെ എന്തൊക്കെ ഉത്തരങ്ങൾ പറയണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അന്നും കർത്താവിന്റെ ഇമ്പമേറിയ ശബ്ദം ഞങ്ങൾ കേട്ടു, വി ലവ് യു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല, ഒരു നാളും കൈവിടത്തില്ല.
നീ ഭയപ്പെടണ്ട. ആ ഹിമമേറിയ ശബ്ദം ഞങ്ങളുടെ കാതുകളില് കേട്ടുകൊണ്ടേ ഇരിക്കുവാൻ ഇടയായി. പക്ഷെ ആ സമയത്ത് അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ആശ്വസിപ്പിക്കുന്നതാവട്ടെ, സമാധാനപ്പെടുത്താവട്ടെ, അങ്ങനൊന്നും അല്ലായിരുന്നു പ്രിയ ദൈവമക്കളെ. ഞങ്ങളുടെ ഒറ്റൊരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനമായി അവളുടെ ബോഡി ഒന്ന് ഞങ്ങൾക്ക് കാണുവാൻ പോലും പറ്റുന്ന ഒരു സാഹചര്യങ്ങളല്ലായിരുന്നു. അതൊരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞു വന്ന ഭവനത്തിൽ സംഭവിച്ചൊരു അനർത്ഥമായിരുന്നു അത്. അത് കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം അവൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഹോസ്പിറ്റലിൽ പോയി കണ്ട അവസ്ഥകളൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റാവുന്നതിലൊക്കെ അപ്പുറമായിരുന്നു. എങ്കിലും ആ സമയത്ത് എൻ്റെ അമ്മയോട്, അമ്മയുടെ സഹോദരങ്ങള്, അമ്മയുടെ മാതാപിതാക്കൾ വന്ന് ഇപ്രകാരം ചോദിച്ചു, ഇത്രയും വർഷം നീ ദൈവത്തെ സേവിച്ചിട്ടും എന്താ നിനക്ക് കൊണ്ടായത്? ആകെ 2 മക്കളുള്ളത്, 2 പെൺതരികളുള്ളത്, ഒന്നിനെ പോയില്ലേ? ഇനിയെങ്കിലും നീ മടങ്ങി വാ. ഇതൊക്കെ ദൈവകോപമാ, നീ ഒന്ന് മടങ്ങി വാ. പക്ഷെ എൻ്റെ അമ്മയുടെ പിതാവിനോട് എൻ്റെ അമ്മ പറഞ്ഞു, സഹോദരങ്ങളോട് അമ്മ പറഞ്ഞു, ഇനി ഈ ഭൂലോകം മുഴുവൻ ഞങ്ങൾക്കെതിരായി നിന്നാലും, എനിക്കുള്ള മുഴുവൻ നഷ്ടമായി വന്നാലും ഞാൻ മടങ്ങി വരത്തില്ല. നിങ്ങളുടെ ദൈവങ്ങളെ സേവിക്കാൻ ഞാൻ മടങ്ങി വരത്തില്ല. ഞാൻ ഇപ്പോൾ മരിച്ചു വീണാലും ഞാൻ മടങ്ങി വരത്തില്ല. കാരണം എന്നെ വിളിച്ച ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എൻ്റെ ദൈവം അറിയാതല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചത്. എല്ലാം നന്മയ്ക്കാ, ഒന്നും അനർത്ഥത്തിനായി വ്യാപരിക്കത്തില്ല. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ഒരു ദൈവത്തെയാ ഞാനും എൻ്റെ കുടുംബവും, എനിക്ക് ബാക്കിയുള്ള ഒരു കുഞ്ഞും കൂടെ ഉണ്ട്, ഞങ്ങൾ സേവിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകാൻ പറഞ്ഞു. അതും ഞങ്ങളുടെ ജീവിതത്തില് കുടുംബക്കാരുടെ പിന്നെയും ഒരു വെറുപ്പിന്റെ ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നു. അവിടെ ശവസംസ്കാര ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ബാക്ക് ടു ലൈഫ് എന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. കാരണം മാനസികമായി ഒത്തിരി തകർന്നു, തരിപ്പണമായി എന്ന് പറയാം. പക്ഷെ കുടുംബമായി ഞങ്ങൾ പല പ്രാവശ്യം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാം, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഇനി നമുക്ക് ജീവിക്കേണ്ട, കാരണം നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ അമ്മ ഒരു ഭ്രാന്തിൻ്റെതായ ഒരു അവസ്ഥയിലേക്ക് മാനസികമായി തകർന്ന് ഏത് സമയവും നിലവിളിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എൻ്റെ അമ്മ വന്നു. ആ സമയത്ത് ഞാൻ പലപ്പോഴും ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ എൻ്റെ അമ്മ വന്നിട്ട് എന്നോട് പറയും, നിന്നെ ഒറ്റയ്ക്ക് വിട്ട് ഞാൻ പോകത്തില്ല, നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ, അതുകൊണ്ട് വാ, നമുക്ക് പോകാം, നമുക്ക് മരിക്കാം, നമുക്ക് ഈ ലോകത്ത് ജീവിക്കേണ്ട. പറ്റത്തില്ല കുഞ്ഞെ, അവളില്ലാതെ പറ്റത്തില്ല. പക്ഷെ പലപ്പോഴും ഞാൻ അവരോട് പറയും, നോ, ഒരിക്കലും ഞാൻ വരത്തില്ല, നിങ്ങൾ പോക്കോ. അത് പറയുമ്പോൾ അവർ പിന്നെയും ബാക്കിലേക്ക് നിൽക്കും. പിന്നെ അമ്മ വന്ന് പിന്നെ എന്നോട് പറയും, ഇച്ചിരി കഴിയുമ്പോൾ അമ്മ പറയും, മോളെ വാ, നമുക്ക് പോവാം. ഞാൻ പറഞ്ഞു, നോ. ആ ഒരു ധൈര്യത്തിൽ. പക്ഷേ അവരോട് ഞാൻ അപ്രകാരം പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പല പ്ലാനുകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്നെ കൊണ്ടും പറ്റുന്നില്ല. കാരണം അത്രയും വർഷം ഒരുമിച്ച് ജീവിച്ച അത്രയും നിമിഷങ്ങള്, ആ ലാസ്റ്റ് സമയം വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ആ സമയത്ത് പോലും ഞങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ ഞാനും 1-2 പ്രാവശ്യം ഈ ലോകത്തുനിന്ന് ഇനി ജീവൻ വേണ്ട, മതി. എന്തിനു വേണ്ടിയാ? എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു അവളെ പഠിപ്പിക്കുക, അവൾക്ക് നല്ലൊരു ഫ്യൂച്ചർ സെറ്റ് ചെയ്യുക. കാരണം ഒരു ചേച്ചി എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. ആ ഒരു ചിന്തകളിലേക്ക് ഞാൻ വന്നപ്പോൾ ഞാനും 2 പ്രാവശ്യം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. എൻ്റെ കയ്യിലെ വെയിൻ ഞാൻ കട്ട് ചെയ്തു. പക്ഷേ വെയിൻ മാറിപ്പോയി. പക്ഷെ ഒത്തിരി ബ്ലീഡായി. പക്ഷെ അവിടെയും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു അധ്യാപികയുണ്ട്. ആ അധ്യാപിക കടന്നു വരുവാനിടയായി. ആ ടീച്ചറെ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ എൻ്റെ ജീവിതം അവിടെ കൊണ്ട് തീർന്നേനെ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എൻ്റെ അപ്പൻ എന്നെ കണ്ടു, എന്നെ വേർതിരിച്ചു. അതുകൊണ്ട് ഞാൻ ഇന്ന് പോൽക്കാലം നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നു. അങ്ങനെ 2ാമത്തെ അറ്റംപ്റ്റും പരാജയപ്പെട്ട സമയത്ത് ഞാൻ ഒരു മെസ്സേജ് ഞാൻ കേട്ടു. ആ മെസ്സേജ് ഇപ്രകാരമായിരുന്നു, സിസ്റ്റർ അന്ന കണ്ടതിൽ ഞങ്ങളുടെ അടുത്ത് ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ വന്നിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആ കർത്താവിന്റെ ദാസിയിൽ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സഹോദരി ഇങ്ങനെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം കേൾക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിലോർത്തു, ഏതായാലും ഇത് ലാസ്റ്റ് സമയമാണ്, ഈ മെസ്സേജ് കൂടെ കേട്ട് കാര്യങ്ങൾ ചെയ്തേക്കാം, തീർത്തേക്കാം എന്നൊക്കെയുള്ള തീരുമാനത്തിൽ ഞാൻ അങ്ങനെ
ആ കൺവെൻഷന് കടന്നുപോയി, ഞങ്ങൾ കുടുംബമായി കടന്നുപോയി. ആദ്യത്തെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നു. ഒരിക്കലും ഞാൻ ഫ്രണ്ട് സീറ്റിൽ പോയിരിക്കുന്ന വ്യക്തിയല്ല, പക്ഷേ ഏതായാലും തീരുമാനമല്ലോ, അതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു. പക്ഷെ അന്ന് വേദപുസ്തകം വായിക്കുവാൻ ഞാൻ പെട്ടെന്ന് വേദപുസ്തകം എടുത്തു വായിക്കാം. ആ വേദപുസ്തകം വായിക്കുന്ന സമയത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഭാവമാണ്, നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് കടന്നു പോവുക, അവിടെ കെട്ടപ്പെട്ട ഒരു കഴുത കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരിക. ആരെങ്കിലും അത് ആർക്ക് വേണ്ടി എന്തിനഴിക്കുന്നു എന്ന് ചോദിച്ചാ നീ പറയാ അത് കർത്താവിന് ആവശ്യമുണ്ട്, യേശുവിന് ആവശ്യമുണ്ടെന്ന് മാത്രം പറയാ. ആ ദൂത് അത് എന്റെ ചെവിയുടെ അകത്ത് ഒന്ന് ഇത് കയറി, എന്താ പറയുന്നത്, എന്റെ തലച്ചോറിനകത്ത് വലിയൊരു സ്ഫോടനം നടക്കുന്ന പോലത്തെ ഒരു പ്രതീതി എന്റെ ആത്മാവിൽ, എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കാനിടയായി. യെസ്, കെട്ടപ്പെട്ടിരിക്കുന്ന എന്നെ എന്റെ കർത്താവിന് ആവശ്യമുണ്ട്. ആർക്ക് ആവശ്യമില്ലെങ്കിലും എനിക്ക് ആവശ്യമുണ്ട്. ആ ഒരു ശബ്ദം, കാരണം അതുവരെ എന്റെ ചിന്ത മുഴുവൻ ഇതായിരുന്നു. കാരണം എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല എന്റെ സഹോദരിയെ. ലോകക്കാരും വീട്ടുകാരും എല്ലാവരും പറഞ്ഞു നിനക്ക് പറ്റിയില്ല, നീ ശ്രദ്ധിച്ചില്ല. ആ ഒരു വലിയൊരു ഇത് എന്റെ കാതിൽ ഇങ്ങനെ അലയടിക്കുന്ന ഒരു സാഹചര്യത്തിലാ അന്ന് രാത്രി ഞാൻ കേട്ട ദൂത്. 9 മണി സമയത്ത് കേട്ട ദൂത് ഇതായിരുന്നു, എന്റെ കർത്താവിന് ആവശ്യമുണ്ട്. ഈ ലോകത്ത് വേറെ ആർക്കും ആവശ്യമില്ലെങ്കിൽ എന്റെ കർത്താവിന് എന്നെ ആവശ്യമുണ്ട്. അതിനേക്കാൾ വലിയൊരു പ്രോമിസ്, അതിനേക്കാൾ വലിയൊരു കംഫർട്ട് വേറെ എവിടെ നിന്നും കിട്ടാനില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് അന്ന് രാത്രി ഞാൻ ജീവിതം ഞാൻ കർത്താവിന് വേണ്ടി പറഞ്ഞു, യെസ് അപ്പാ, അങ്ങേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഐ വാണ്ട് ടു ഹിയർ യുവർ വോയിസ്. ഞാൻ അന്ന് കർത്താവിനോട് പറഞ്ഞു, അങ്ങേക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം, എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് എന്റെ ശബ്ദം കേൾക്കണം. വേറെ ആരും എനിക്കൊരു അതായത് മധ്യസ്ഥർ എനിക്ക് വേണ്ട. എന്നെ കർത്താവിന് ആവശ്യമുണ്ടെന്ന് അങ്ങ് പറയുന്നു, അങ്ങനെയെങ്കിൽ അത് എന്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ കർത്താവിന്റെ ശബ്ദം കേൾക്കുക എന്നുള്ളത്. അന്ന് രാത്രി ഞാൻ കടന്നുപോയി, ഭവനത്തിൽ പോയി, ആരും കാണാതെ ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ കരയുവാൻ തുടങ്ങി. കുറച്ച് കരഞ്ഞപ്പോൾ എന്റെ മാതാപിതാക്കൾ ചോദിച്ചു, എന്തിനാ നീ കരയുന്നേ? അവര് വിചാരിച്ചു എന്റെ സഹോദരിയുടെ നഷ്ടത്തിലുള്ളതാ. എന്റെ സഹോദരി മരിച്ച് 6 മാസം വരെ ഞാൻ കരയുവാൻ കഴിയാതെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഓർത്ത് കരഞ്ഞതാ. അവിടെ ഞാൻ നിർത്തി, കാരണം ഞാൻ കരയാൻ നോക്കിയിരിക്കുകയാണ് എന്റെ അമ്മ കരയാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇല്ലമ്മ, ഞാനിങ്ങനെ ജസ്റ്റ് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ട് വിട്ടു. എനിക്കറിയാം, പിറ്റേന്ന് എന്റെ സഹോദരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടി മാതാപിതാക്കൾ മെഡിക്കൽ കോളേജിലേക്ക് കടന്നു പോകുന്നൊരു സമയമാണ്. കാരണം ഇവരെപ്പോഴും എനിക്കൊരു കാവൽക്കാരെ പോലെ ഇവരെന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ ആ പകൽക്കാലം 6 മാസങ്ങൾക്ക് ശേഷം ഞാൻ വാവിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഞങ്ങളുടെ തിണ്ണയില്, അതായത് ചെറിയ നീളമുള്ള ഒരു ഹാളാണ് അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ആ ഹാളിൽ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ആ ശബ്ദം പിന്നെയും എന്റെ കാതിൽ മുഴങ്ങാൻ തുടങ്ങി. ആ കെട്ടപ്പെട്ട കഴുതയെ യേശുവിന് ആവശ്യമുണ്ട്. ആര് ചോദിച്ചാലും യേശുവിന് ആവശ്യമുണ്ട്, മറ്റാർക്കുമല്ല, യേശുവിന് ആവശ്യമുണ്ട്. ആ 2 കാര്യങ്ങൾ എന്റെ കാതുകൾ പിന്നെയും അതിങ്ങനെ സ്ഫോടനങ്ങൾ നടത്തുമ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ പോലും അറിയാതെ മണിക്കൂറുകൾ ഞാൻ കരയുവാനിടയായി. മണിക്കൂറുകൾ ആ ഹാള് മുഴുവൻ ഞാൻ ഉരുണ്ട് ഞാൻ കരയാൻ തുടങ്ങി. അന്ന് എന്റെ സഹോദരിക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്തത്, അവളെ ഹോസ്പിറ്റലിൽ നാട്ടുകാർ കൊണ്ടുപോയ സമയത്ത് ഞാൻ ഓടി വന്ന് അൽമാരയിലിരുന്ന, അതായത് തടി അൽമാരകളുണ്ട്, ആ ഭിത്തിയിൽ വെച്ചിരിക്കുന്ന അൽമാരയിൽ ആദ്യം ഞാൻ എടുത്ത് എന്റെ വേദപുസ്തകം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ആദ്യം ഞാൻ ഇങ്ങനെ കീറാൻ വേണ്ടി വന്നു, പക്ഷേ കീറിയില്ല. അന്നേരത്തേക്ക് ആൾക്കാർ ഓടിക്കൂടിയപ്പോഴത്തേക്ക് ഞാൻ എന്റെ വേദപുസ്തകം എടുത്ത് ഒറ്റ ഏറ് വെച്ചു കൊടുത്തു. കട്ടിലിനടിയിലേക്ക് എന്റെ വേദപുസ്തകം തിരിച്ചുപോയി. അതിനുശേഷം ഞാൻ വേദപുസ്തകം തൊട്ടില്ല 6 മാസം. മാതാപിതാക്കൾ അവര് വായിക്കുമ്പോൾ ഞാൻ കൂടെ വായിക്കും, അല്ലാതെ ഞാൻ പേഴ്സണലി ഞാൻ തൊട്ടില്ല. പക്ഷേ അന്ന് ഞാൻ കരഞ്ഞ് ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കത്തില്ല പ്രിയതേ മക്കളെ. അന്ന് ഞാൻ പോയി തൊട്ടത് എവിടെയാണെന്നറിയാമോ? ഈ ജീവന്റെ പുസ്തകത്തില്. ഞാൻ എവിടെ എറിഞ്ഞു ആ പുസ്തകത്തിന്റെ താളുകളിൽ തന്നെ ഞാൻ തൊട്ടു. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കർത്താവിനോട് പറഞ്ഞ ഒരേ ഒരു ഡിമാൻഡാ, മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടല്ല ഞാൻ അനിത രക്ഷിക്കപ്പെടേണ്ടത്. അനിത കർത്താവിന് വേണ്ടി ഇറങ്ങണമെങ്കിൽ അങ്ങ് എന്നോട് സംസാരിക്കണം. അവരാരും എന്നോട് പറഞ്ഞില്ല അനിതയെ ആവശ്യമുണ്ടെന്ന്, അവരെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയതാ. പക്ഷേ ദൈവമായി എന്നോട് അങ്ങാണ് എന്നോട് സംസാരിച്ച് ഇന്നലെ രാത്രി എനിക്ക് ആവശ്യമുണ്ട്, അങ്ങനെയെങ്കിൽ എന്നോട് സംസാരിക്കട്ടെ. അങ്ങനെയാട്ടെ, നമ്മുടെ ദൈവം വിശ്വസ്തനാ പ്രിയതേ മക്കളെ.
അവൻ നമ്മുടെ കുഞ്ഞു കാര്യങ്ങൾ പോലും കർത്താവിന് നമ്മളെ ആവശ്യമുണ്ടോ അവൻ ചെയ്തിരിക്കും. പ്രൈസ് ഗോഡ്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അവിടെ നോക്കിക്കണം, വേറെ ആരുടെ മേലുമല്ല, നിന്റെ മേൽ, എന്റെ മേൽ, അനിതയുടെ മേൽ ഉദിച്ചിരുന്നു. ഉദിക്കാനുള്ള സമയമായപ്പോൾ, ഉദിപ്പിക്കേണ്ടവൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്നറിയാവോ? എന്റെ കണ്ണുനീര് 6 മാസം ഞാൻ വാവിട്ട് നിലവിളിക്കാതെ എന്റെ ഹൃദയത്തിന്റെ അന്തരാത്മാവിൽ ഞാൻ അടുക്കി വെച്ചിരിക്കുന്ന സകലതും വൺ ബൈ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ദൈവം അതിനെ മായ്ച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഒന്ന് ഞാൻ പറയട്ടെ, പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ പതറി നിൽക്കുന്നവരായിരിക്കാം. ഒരുപക്ഷെ ആരും നിങ്ങളെ മനസ്സിലാക്കിയെന്ന് വരത്തില്ല. പെറ്റ അമ്മ പോലും നിങ്ങളെ മനസ്സിലാക്കാത്ത സാഹചര്യങ്ങൾ എന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. മാതാപിതാക്കൾ ചിലപ്പോൾ ഒരുപക്ഷെ ഉപേക്ഷിച്ചെന്നിരിക്കാം. അല്പസമയത്തെങ്കിലും അവരുടെ വ്യത കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ദുഃഖം കൊണ്ടായിരിക്കും അവർ നമ്മളെ തള്ളി പറയുന്നത്, അല്ലെങ്കിൽ അവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നു. പക്ഷേ ഒരു ടീനേജുകാരായ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ പറയട്ടെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. കാരണം എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളാ. മരിക്കുന്നവര് മരിച്ചു പോകത്തേ ഉള്ളൂ, പക്ഷേ അതിന്റെ ബാക്കിയായി നീറി ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളാ. കാരണം അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നവളാണ് ഞാൻ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ദൈവം എന്നെ നിർത്തിയത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. പ്രിയ മക്കളെ, പലപ്പോഴും തകർന്നു തരിപ്പെടുമെന്ന് ലോകം ഞങ്ങളെ നോക്കി വിധി എഴുതി. അവര് പറഞ്ഞു നടക്കത്തില്ല, ഇവിടം കൊണ്ട് തീർന്നു, ആ കുടുംബം ഇവിടം കൊണ്ട് തീർന്നു, ക്ലോസ് ചാപ്റ്റർ എന്ന് ലോകം വിധി എഴുതിയപ്പോൾ എന്റെ ദൈവം പറഞ്ഞു, നോ, ഇവിടെ കൊണ്ട് ക്ലോസ് ആവുന്നതല്ല നിങ്ങളുടെ ജീവിതം. എനിക്കാണ് നിങ്ങളുടെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം സ്റ്റാർട്ടിങ്. ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ഇതാ നോക്കിക്കോണം. ഒന്ന്, ഞാൻ എവിടൊക്കെ ബൂസ്റ്റ് ചെയ്തോ അതെല്ലാം എന്റെ ദൈവം. ഞാൻ എന്തിനു വേണ്ടിയൊക്കെ എന്റെ സമയം മാറ്റിവെച്ചു, അതൊക്കെ ദൈവം എന്റെ ജീവിതത്തിൽ മാറ്റിക്കളഞ്ഞു കർത്താവിന് വേണ്ടി. ആ സമയങ്ങളില് ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ശബ്ദം എന്നോട് വ്യക്തമായി കേട്ടു. എനിക്കൊന്നും മനസ്സിലായില്ല. ഈ യെശയ്യാ പ്രവചനമൊക്കെ നമുക്കറിയാം, ഇപ്പൊ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ അതൊക്കെ ഒരു കടല് പോലെ കിടക്കുന്നതാണ്. വചനം വായിക്കുന്തോറും അതിന്റെ മുത്തുകളെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും. അതിന്റെ മർമ്മങ്ങൾ ഭയങ്കരമാ. പക്ഷെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് എനിക്ക് 18 വയസ്സ്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, ഞാൻ കർത്താവിനോട് ചോദിച്ചു, അപ്പാ യെസ് ഞാൻ റെഡിയാ, പക്ഷെ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല, ഞാനിത് എന്ത് ചെയ്യും? അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ പോ, യെരമ്യാ പ്രവചനം 18-ാം അധ്യായം, ഒരു കുശവന്റെ വീട്ടിലേക്ക് നീ പോ. കുശവന്റെ കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അതിൽ എന്നോട് വ്യക്തമായി സംസാരിച്ച 2 വചനഭാഗങ്ങളാ. യെരമ്യാ പ്രവചനം 18-ാം അധ്യായം അതിന്റെ 4-ാം വാക്യപ്രകാരം പറയുന്നു, കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. ഓക്കെ, എന്നാൽ കുശവൻ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി അതിനെ തീർത്തു. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, ലോകം നിന്നെയും എന്നെയും നോക്കി പറയാം, അതിന് കൊള്ളത്തില്ല, അത് ചീത്തയായി പോയി. പക്ഷെ ഒന്നോർത്തോ, ഈ ലോകമല്ല നമ്മുടെ കുശവൻ, ഈ നമ്മുടെ മാതാപിതാക്കളല്ല നമ്മുടെ കുശവൻ. അതൊക്കെ നമ്മുടെ പേരൻസ് ഒക്കെ അല്പകാലത്തേക്കുള്ളവരാ. അവര് നമ്മുടെ ലോക്കൽ ഗാർഡിയൻസ് മാത്രമാ. പക്ഷെ നമ്മളെ ഒരുക്കിയവൻ, നമ്മളെ മെനഞ്ഞവൻ, നമ്മുടെ കുശവൻ സ്വർഗത്തിൽ അപ്പനാ. പ്രിയതേ മക്കളെ, ആ കുശവന്റെ കയ്യിൽ ഒരു കളിമൺ പാത്രം. ഒന്ന് എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിന്റെ ഒന്നും അർത്ഥം എന്താ. ഞാൻ ഒരു കളിമൺ ചട്ടിയിൽ അമ്മ കറി വെക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചെന്നല്ലാതെ അത് എങ്ങനെ ഉണ്ടാക്കുന്നോ അത് എന്താണെന്നോ ഒറ്റ കാര്യം എനിക്കറിയാം, ആ ചട്ടി കഴുകുമ്പോൾ സൂക്ഷിച്ച് കഴുകണം, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും എന്നുള്ളത് മാത്രം എനിക്കറിയാം. അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ദൈവത്തിന് എന്നെ ആവശ്യമുള്ള സമയമായപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത് ഇതാ, നീ പോ, കുശവന്റെ വീട്ടിൽ പോവും. ആ കഥകളും ആ ഒരു സ്റ്റോറി പോലെ എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഇസ്രായേൽ ഗ്രഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ കയ്യിലിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഒരു ദൈവ പൈതലിന് ഇതിനേക്കാൾ വലിയ ഒരു ഉറപ്പ്, തകർന്ന് തരിപ്പണമായിരിക്കുന്ന ലോകം ചീത്തയായി പോയി, അല്ലെങ്കിൽ ലോകത്തിന് ഇവളെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിനേക്കാൾ വലിയൊരു ഉറപ്പ് എന്താണ് പ്രിയ മക്കളെ വേണ്ടത്? ആ സമയത്ത് വെറും 18 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഞാൻ ആ വചനം അതുപോലെ ഞാൻ ഏറ്റെടുത്തു. യെസ്, എന്റെ ദൈവത്തിന്റെ കയ്യിലാ ഞാൻ ഇരിക്കുന്നത്, അത് മതി. അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഇനി എത്രയായുസ് എന്റെ ദൈവം എനിക്ക് തന്നാലും ഒരിക്കൽ പോലും എന്റെ സകലതും നഷ്ടമായാലും എനിക്ക് എന്ത് വന്നാലും
അതായത് എന്റെ ജീവൻ ദൈവം തന്ന ജീവിതമാ, ദൈവം തന്ന ജീവനാ. അതൊരിക്കലും ഞാനായിട്ട് നശിപ്പിച്ച് കളയത്തില്ല. ഒരു ദിവസമേ ഞാൻ ജീവിച്ചുള്ളെങ്കിലും അതിന്റെ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് അന്ന് പൽക്കാലം ഞാൻ തീരുമാനം എടുത്തു. ഞാൻ ഓർത്തു ആ തീരുമാനങ്ങളൊക്കെ ഈസിയാ, പക്ഷെ ഒന്നും ഈസി ആയിരുന്നില്ല പ്രിയ മക്കളെ. കാരണം എനിക്ക് നഴ്സിങ്ങിന് പോകാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് തന്നെ എന്റെ അഡ്മിഷന്റെ ചില പ്രയാസങ്ങള്, എന്നെ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞ അതിൽ നിന്ന് ഒരു പിന്മാറേണ്ടതായൊക്കെ അവസ്ഥകൾ വന്നു. അങ്ങനെയൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ തീർച്ചും ആകെ ഒരു പ്രതീക്ഷയായിരുന്നു നഴ്സിങ്ങിന് പോകാം എന്നുള്ളത്. അവിടെയും തീർന്ന സമയങ്ങളാണ് ഞാൻ മരണത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ അതൊന്നും അല്ല വലുത് എന്നുള്ള കാര്യം എന്റെ കർത്താവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പന്റെ ശബ്ദം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് 2006 ഞാൻ കേട്ടു. വ്യക്തമായിട്ട് എന്റെ കാതിൽ ഞാൻ കേൾക്കുവാൻ ഇടയായി. തിരുവചനത്തിൽ കൂടെ കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി. എന്നെ ഓരോ സ്റ്റെപ്പിലും ഉറപ്പിക്കാൻ തുടങ്ങി. എന്റെ മാതാപിതാക്കള് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ഭവനത്തിൽ വന്നപ്പോൾ അവര് പോയപ്പോൾ കണ്ട ഒരു മകളെയല്ല അവർ തിരിച്ചു വന്നപ്പോൾ കണ്ടത്. അപ്പൊ എന്റെ അമ്മ എന്നോട് ചോദിച്ചു, നിന്റെ മുഖത്ത് നീ എന്തേലും ചെയ്തോ? ഞാൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ലമ്മ. നിന്റെ മുഖമൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് തിളങ്ങുന്നല്ലോ കുഞ്ഞെ. ഞാൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ലമ്മ. ഞാൻ ഒരു കാര്യം ചെയ്തു, കുറെ നേരം ഇരുന്ന് കരഞ്ഞു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു അമ്മ, അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അമ്മ പറഞ്ഞു, ഓക്കെ കുഞ്ഞെ, അതായിരിക്കും. 6 മാസത്തെ സങ്കടങ്ങളെല്ലാം ഞാൻ കർത്താവിന്റെ സന്നിധി തീർത്തു. ഞാൻ ഫ്രീ ആയിട്ട് ദൈവസന്നിധി ഞാൻ ഫ്രീ ആയി. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ സാവധാനത്തില് പിറ്റത്തെ ദിവസം ഞാൻ എന്റെ മാതാപിതാക്കളോട് പറഞ്ഞു, അമ്മാപ്പ, എന്റെ ഇനിയുള്ള ശിഷ്ട ജീവിതം ഞാൻ ബൈബിൾ കോളേജിൽ പോയി വചനം പഠിക്കണമെന്ന് എനിക്കൊരു ചെറിയൊരു ആഗ്രഹം, ഞാൻ പൊക്കോട്ടെ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞു. അപ്പോഴേ എന്റെ അപ്പൻ ഓടി വന്ന് എന്നോട് ചോദിച്ചു, കുടുംബം നോക്കേണ്ടവളാ, ഈ ഞങ്ങളെ കുറിച്ച് നിനക്ക് ഉത്തരവാദിത്വമില്ലേ അനിത? ആര് നോക്കും ഞങ്ങളെ? ഞങ്ങൾക്ക് പ്രായമായി വരിക, ആര് ഞങ്ങളെ നോക്കും? നമുക്ക് സ്വന്തമായൊരു ഭവനം, നല്ലൊരു ഭവനമില്ല. ആൾക്കാരുടെ മുമ്പിൽ എപ്പോഴും ഇങ്ങനെ കിടക്കാനാണ്. നീ എന്താ ഈ പറയുന്നേ? നഴ്സിങ്ങിന് പോകാൻ പറ്റിയില്ലേ പോവണ്ട. അന്നേരത്തേക്ക് എന്റെ കൂട്ടുകാരൊക്കെ അറിഞ്ഞ് അവര് പഠിക്കുന്ന കോളേജുകളില് എനിക്കുള്ള അഡ്മിഷനുകളൊക്കെ അവര് റെഡിയാക്കി. അനിത വാ, പഠിക്ക. പക്ഷെ ആരും പറയുന്നൊന്നും എന്റെ ചെവിയിൽ അതൊന്നും അല്ലായിരുന്നു. എന്റെ ഹൃദയത്തിലും മനസ്സിലും മുഴുവൻ ആ ദൈവസ്നേഹം. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, യേശുവിന് നിന്നെ ആവശ്യമുണ്ട്, നീ എന്റെ ഉള്ളം കയ്യിലായിരിക്കുന്നേ. ആ വാക്കുകൾ എന്റെ കാതിലും എന്റെ ശരീരത്തിലും എന്റെ ആത്മാവിലെല്ലാം അത് മാത്രമായിരുന്നു ആ സമയത്ത്. പക്ഷെ 18 വയസ്സിലും എന്റെ മാതാപിതാക്കളുടെ മുന്നിൽ ഞാൻ ഒരിക്കൽ പോലും നേരെ നിന്ന് ഞാൻ സംസാരിച്ചൊരു വ്യക്തിയല്ല. അന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ സാവധാനത്തിൽ കുറെ പ്രാവശ്യം പറഞ്ഞു നോക്കി, അവര് കേട്ടില്ല. പക്ഷെ 3ാമത്തെ പ്രാവശ്യം എന്റെ പിതാവ് നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനാ. എന്റെ പിതാവിനോടും മാതാവിനോടും ഞാൻ നേരെ നിന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്നാലും വിട്ടാലും വിട്ടില്ലേലും ദൈവം എന്നോട് പോകാൻ പറഞ്ഞാൽ ഞാൻ ഈ സ്പോട്ടിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. എനിക്കറിഞ്ഞുകൂടാ നാളെ എന്താ ഇങ്ങനൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഇപ്പൊ ഞാൻ ഇറങ്ങും. കർത്താവിനോട് ഇപ്പം പറയാം, അനിതാ നീ ഇറങ്ങുന്നു പറഞ്ഞു, ഞാൻ ഇപ്പൊ ഇറങ്ങും. പക്ഷെ ഇപ്പൊ ദൈവനോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. വചനം പഠിക്കുവാനുള്ള ഒരു ആഗ്രഹം എന്റെ ഹൃദയത്തിലുണ്ട്. ദൈവം കരുതും. അങ്ങനെ ഞാൻ 2006 ഭവനം വിട്ട് ഞാൻ ഇറങ്ങി. എനിക്ക് പോകുവാൻ പ്രിയ മക്കളെ, എനിക്ക് ആകെ ഒരു ജോഡി ചുരിദാറായിരുന്നു ഉണ്ടായിരുന്ന. അതെന്റെ സഹോദരി മരിക്കുന്ന ആ അടുക്കള വെച്ച് സംഭവിച്ച ആ അനർത്ഥം, ആ മഴക്കാലമാ, ആ തുണികള് അഴയില വിരിച്ചിട്ടെടുത്ത് അത് മുഴുവൻ കത്തിപ്പോയി. എന്റെ ആകെ അവശേഷിക്കുന്നു +2 കഴിഞ്ഞ 2 ജോഡി യൂണിഫോമാ. അപ്പോൾ ഞാൻ പോകേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കണം ഒന്നും അറിഞ്ഞുകൂടാ. ചുമ്മാ സംസാരിക്കുന്നത് പോലെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ, കർത്താവെ എന്നെ സഹായിക്കണേ, അത് മാത്രമാ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പഠിക്കേണ്ട കോളേജിന്റെ പേര് പോലും എനിക്ക് ആകെ കോട്ടയം ജില്ലയില് അറിയുന്ന ഒരേ ഒരു വ്യക്തി. അന്ന് ആ ഒരു മെസ്സേജ് കേട്ടപ്പോൾ ഞാൻ പോയി സംസാരിച്ച കർത്താവിന്റെ ദാസിയുടെ കാർഡുണ്ട് എന്റെ കയ്യില്. അല്ലാതെ വേറൊരാൾ എനിക്ക് കോട്ടയം ജില്ലയിൽ എനിക്ക് ആരെയും അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പഠിക്കേണ്ട കോളേജിന്റെ പേര് ഇങ്ങനെ പോപ്പ് ചെയ്ത് എന്റെ മുന്നിൽ ഇങ്ങനെ വന്നു. ഞാൻ സ്വപ്നം കാണുകയാണ്, കോട്ടയം തിയോളജിക്കൽ സെമിനാരി. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ, എന്ത് തിയോളജിക്കൽ സെമിനാരി. എനിക്കത് എന്റെ ഇമാജിൻ ചെയ്യുന്നതിൽ അപ്പുറമായിരുന്നു പ്രിയ മക്കളെ. പക്ഷേ 2006 ഞാൻ ഈ കർത്താവിന്റെ ദാസിയെ വിളിച്ചു, ചോദിച്ചു, ആന്റി ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം പറഞ്ഞു, അങ്ങനെ ഒരു കോളേജ് ഉണ്ട് മോളെ, ഇവിടെ ഉണ്ട്. പക്ഷെ അത്
വലിയൊരു കോളേജാ. പക്ഷെ അത്രയും കൊണ്ട് അവിടെ തീർന്നു. പക്ഷെ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇന്റർവ്യൂ ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നെ ഇന്റർവ്യൂവിന് ചെല്ലാൻ വേണ്ടി എന്നെ വിളിച്ചു. ആ സമയത്ത് ഞാൻ എന്റെ മാതാപിതാക്കളോട് പറഞ്ഞപ്പോ എന്റെ അപ്പൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ നീ എങ്ങനെ പോകും, ആ സാഹചര്യങ്ങൾ നീ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു കർത്താവാഴ്ച പോകാം. അങ്ങനെ ലോക്കൽ ട്രെയിനിൽ കയറി ഇന്റർവ്യൂവിന് എന്റെ അപ്പനോട് വരാമോന്ന് ചോദിച്ചപ്പോ എന്റെ അപ്പൻ പറഞ്ഞു വരത്തില്ല. അങ്ങനെ എന്റെ മൂത്ത അങ്കിളിനെ, അമ്മയുടെ ബ്രദർ, അദ്ദേഹം യാക്കോബ വിശ്വാസത്തിലേക്ക് മാറിയൊരു അങ്കിളാ. അങ്കിളോട് ചോദിച്ചു, അങ്കിൾ എന്റെ കൂടെ ഒന്ന് വരാമോ? അങ്ങനെ അങ്കിള് എന്റെ കൂടെ വന്നു. അങ്ങനെ പോയി ഞങ്ങള് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഡോക്ടർ ഇടിച്ചറിയാൻ സാറായിരുന്നു അന്ന് ആ കോളേജിന്റെ പ്രിൻസിപ്പാൾ. അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു. കാരണം കുറെ കാര്യങ്ങൾ, ഫീസ് സ്ട്രക്ചർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങള്. അറ്റ്ലീസ്റ്റ് ആ സാർ ഇങ്ങനെ പറഞ്ഞു, മോളെ അറ്റ്ലീസ്റ്റ് മെസ് ഫീ എങ്കിലും നമ്മളത് കൊടുക്കണം, ബാക്കിയുള്ള സ്കോളർഷിപ്പ് നമുക്കത് ഫൈൻഡ് ചെയ്യാം. പക്ഷേ അതുപോലെ ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷെ എനിക്ക് അഡ്മിഷൻ റെഡിയായി. ഞാൻ പൊട്ടിക്കരഞ്ഞതിന്റെ റീസൺ, ഞാൻ ഇതൊക്കെ എങ്ങനെ വീട്ടിൽ ചെന്ന് പ്രസന്റ് ചെയ്യും, എങ്ങനെ ആയിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ്, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ സമയത്തും ഞാൻ എന്റെ ദൈവത്തോട് ഞാൻ ചോദിച്ചു, അപ്പ പറഞ്ഞിട്ടാ ഞാൻ വന്നേ, അപ്പനാ എന്നെ ടേക്ക് കെയർ ചെയ്യാന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തിരിച്ച് നാട്ടിലേക്ക് പോവാ. അപ്പൊ എനിക്കൊരു ഡേറ്റ് തന്നു. എനിക്ക് വരേണ്ട സമയങ്ങളൊക്കെ ആ സമയത്താണ് ഞാൻ അറിയുന്നത്. എല്ലാ സാധനങ്ങളും അത്യാവശ്യം ഒരു ഹോസ്റ്റലിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൊണ്ടുവരണം. അപ്പോഴാ ഞാൻ ആ തിരിച്ചറിവിലേക്ക് വരുന്നേ. ആദ്യത്തെ കുറെ ദിവസങ്ങളില്, കുറെ മാസങ്ങൾ അവിടെ യൂണിഫോം ഇല്ല, ഡ്രസ്സ് വേണം, മറ്റു കാര്യങ്ങളെല്ലാം വേണം. ആരോട് ചോദിക്കും, ആരോട് പറയും, എന്ത് ചെയ്യും? തിരിച്ചു വന്നു. എങ്ങനാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അയൽവക്കത്തെ ആരോ ഒരു പഴയ പെട്ടി എന്റെ അമ്മയുടെ കൊടുത്തു, ഒരു പഴയ ബാഗ് അത് തന്നു. അപ്പോഴാ നോക്കി എനിക്ക് പാക്ക് ചെയ്യാൻ ഡ്രസ്സില്ല. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ചങ്ക് പൊട്ടിയിട്ടാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ദൈവത്തിന്റെ കൃപയാ ഈ ബാഗ് നിറയ്ക്കാനുള്ള ഒന്നുമില്ല, അതുകൊണ്ട് സാരമില്ലമ്മ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരുന്നു. ആ സമയത്ത് എന്റെ ഒരു കുഞ്ഞങ്കിള് അമ്മയുടെ കയ്യില് 500 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ ഇതേ ഉള്ളു ചേച്ചി, അവക്കൊരു ചുരിദാറെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു ചുരിദാറും 2 യൂണിഫോമുമായിട്ട് ഞാൻ കോട്ടയത്തേക്ക് ഞാൻ പോയി. ദൈവത്തിന്റെ കൃപയാൽ എനിക്കറിഞ്ഞുകൂടാ. അന്നും എന്റെ കൂട്ടുകാരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാരുടെ മക്കളാ, നാട്ടിലെ ദേവദാസന്മാരുടെ മക്കളാ. അവർക്കൊക്കെ എന്നെ ഒത്തിരി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളാ. അവരുടെ മാതാപിതാക്കളും അതെ. അവരാദ്യം വരുമ്പോൾ അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് എനിക്കുള്ളത് കൊണ്ടുവരുമായിരുന്നു. പക്ഷെ എന്റെ അഭിമാനം എന്നെ സമ്മതിക്കത്തില്ല. പലപ്പോഴും എന്റെ കൂട്ടുകാരെപ്പോഴും എന്നോട് പറയും, അനിത നീ ഉപയോഗിച്ചതിന് ശേഷം മതി ഞങ്ങൾക്ക്. അപ്പം സോപ്പൊക്കെ ആണെങ്കിലും. പക്ഷേ എന്റെ ദൈവം ഒന്നിന് കുറവ് വരുത്തിയിട്ടില്ല. ഞാൻ ആരോടും ചോദിച്ചില്ല. എത്രയോ ദിവസങ്ങൾ സോപ്പില്ലാതെയും ഒക്കെ ഞാൻ ആയിരിക്കുന്ന സമയങ്ങള് കോളേജില് ഉണ്ടായി. ഞാൻ തുണി കഴുകാൻ ഞാൻ വലിയ ത്യാഗം ചെയ്തൊന്നുമില്ല. അതിലും കഷ്ടതയിൽ കൂടെ കിടന്ന എത്രയോ പേരുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതിന്റെ കാരണം, അന്ന് ഞാൻ ആ കഷ്ടതയിൽ കൂടെ ഒക്കെ പോയപ്പോഴും ഞാൻ ദൈവത്തോട് ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട്, അപ്പാ ഞാൻ വിട്ടേച്ച് പോകത്തില്ല, അത് ഉറപ്പ്. ഇനി എന്തൊക്കെ തീച്ചോള വന്നാലും ഞാൻ ഇട്ടേച്ച് പോകത്തില്ല. അപ്പൊ കാരണം എനിക്കറിയാം എന്റെ അപ്പം വിശ്വസ്തനാ. കാരണം വിശ്വാസ ജീവിതം എന്തെന്ന് ആ 3 വർഷം ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ഇടയായി. കാരണം എന്റെ കൂട്ടുകാരൊക്കെ തുണി കഴിയുമ്പോ ഞാൻ നോക്കിയിരിക്കും. എന്തിനാന്നറിയാമോ? അവരുടെ കയ്യിൽ പിടിക്കാൻ പറ്റാത്ത സോപ്പുകളൊക്കെ കണ്ണത്തിന്റെ സൈഡാ. ആ പുല്ലിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെടുത്തിടും. എനിക്കറിയാം എനിക്ക് എന്റെ ബെഡ് ജനലിന്റെ സൈഡിലാ. അപ്പൊ എനിക്ക് അതിൽ കൂടെ നോക്കുമ്പോ എനിക്ക് കാണാം. ഞാൻ അവരൊക്കെ പോയി കഴിയുമ്പോ ഞാൻ പതുക്കെ പോയി ആ സോപ്പെല്ലാം ഞാൻ കളക്ട് ചെയ്ത് വസ്ത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട്. എന്തിനു പറയുന്നേ, എലി അവനെ പോറ്റാൻ ദൈവം കാക്കയെ ഉപയോഗിച്ചെങ്കിൽ എനിക്ക് വേണ്ടി കരുതാൻ ഞാൻ ഒരാഴ്ച ഒരു സമയത്ത് സോപ്പില്ലാതെ ഞാനിങ്ങനെ ഭാരപ്പെട്ടിരിക്കുക. കാരണം തുണിയൊക്കെ കഴുകണം, കുളിക്കും, എന്നും കുളിക്കും, പക്ഷെ സോപ്പില്ലാതെയാ. കർത്താവ്, ഞാൻ അപ്പൊ ഇങ്ങനെ ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ഏലിയാവിന് കാക്കി കഴിക്കാൻ പറ്റുമെങ്കിൽ എനിക്കൊരു സോപ്പിന്റെ കർത്താവ് തരാൻ കഴിയത്തില്ലേ?
അതേസമയം എന്റെ കൂട്ടുകാര് എന്നോട് അവർക്കറിയാം, അവര് ആദ്യം വന്ന് എന്റെ ബാഗ് ചെക്ക് ചെയ്യും. പക്ഷെ ഞാൻ ചെയ്തില്ല. പ്രീത എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ഹോസ്റ്റലില് എലിയോ അങ്ങനെ ഒന്നും ഇല്ല, ഞങ്ങൾ ലേഡീസ് ഹോസ്റ്റലില്ല. പക്ഷേ എന്റെ കട്ടിന്റെ ചോട്ടില് എനിക്ക് പുത്തനൊരു സോപ്പിന്റെ കവറുമായിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു എലി ഓടി. ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കി, എന്തോ എന്റെ പെട്ടിയുടെ സൈഡിൽ ഇങ്ങനെ അനങ്ങുന്നത് നോക്കിയപ്പോൾ ഒരു എലി ഒരു സോപ്പിന്റെ കവറുമായിട്ട്. ഞാൻ ഓടിച്ചു. അതിന് ദൈവമേ, ഇനി ആകെപ്പാട് 2-3 ഇതേ ഉള്ളൂ, അതുകൂടെ കറണ്ട് കഴിഞ്ഞാൽ ഇടാതെ നടക്കാൻ പറ്റത്തില്ലല്ലോ, എന്ത് ചെയ്യും? നോക്കിയപ്പോട്ട് ആ എലി ഓടിപ്പോയി. ആ സോപ്പ് ഉണ്ടല്ലോ, അതുപോലെ നമ്മുടെ ലൈഫ് ബോയ് 10 രൂപയുടെ ചെറിയൊരു സോപ്പിന്റെ കവർ വിത്ത് സോപ്പ് ആ പെട്ടിയുടെ ചോട്ടി കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് ഓർത്തു, ദൈവം എത്ര വിശ്വസ്തനാ. അന്ന് ഞാൻ അതുവരെ ഞാൻ ഇച്ചിരിയൊക്കെ പെറുപെറുക്കുമായിരുന്നു. ദൈവമേ, അന്ന് ഞാൻ തീരുമാനം എടുത്തിറങ്ങി ഒരിക്കൽ പോലും എന്റെ മാതാപിതാക്കളുടെ മുമ്പിലേക്ക് ഞാൻ കൈ നീട്ടിച്ചേരത്തില്ല. കാരണം അവരോട് പറഞ്ഞ് എനിക്ക് സോപ്പ് വേണ്ടൊക്കെ അവർ തരും. പക്ഷേ നോ, അവര് പറഞ്ഞിട്ടല്ല ഞാൻ ഇറങ്ങിയത്, എന്റെ ദൈവം പറഞ്ഞിട്ടാ ഇറങ്ങിയത്. അന്ന് രാത്രി വിശ്വാസ ജീവിതത്തിന്റെ ഞങ്ങളുടെ കോളേജില് ഫീസൊക്കെ അടച്ചില്ലെങ്കിൽ ഇങ്ങനെ ലിസ്റ്റ് വായിക്കും, ചാപ്പലിൽ വായിക്കും. കാരണം ചാപ്പൽ എന്ന് പറയുമ്പോ എല്ലാരും കോമൺ ഒരു പ്ലേസ് ആണല്ലോ. രാവിലത്തെ ഡിവോഷൻ കഴിഞ്ഞ് കഴിയുമ്പോ ആ ലിസ്റ്റ് അവിടെ വായിക്കും. അങ്ങനെ വന്നപ്പോ ഒരു ദിവസം എന്റെ ലിസ്റ്റ് ഇങ്ങനെ വരാറായി, ഞാൻ അടച്ചിട്ടില്ല, മെസ് ഫീ അടച്ചിട്ടില്ല. ആ സമയത്ത് ഞാൻ ചെന്ന് നോക്കിയപ്പോ ഉണ്ട് എന്റെ 1 വർഷത്തേക്കുള്ള ഫീസ്. ഇടയ്ക്കിടയ്ക്ക് ചെല്ലും മണി ഓർഡർ പോലും വന്നിട്ടുണ്ടെന്ന്. ആരും വായിക്കാനില്ല. പക്ഷെ വിശ്വാസത്തോടെ ചുമ്മാ കൂട്ടുകാരുടെ കൂടെ പോകും. പക്ഷെ ചെന്ന് നോക്കിയപ്പോ ഉണ്ട് എന്റെ 1 വർഷത്തേക്കുള്ളത് എന്റെ ദൈവം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ റെസിപ്റ്റ് എന്റെ റിസപ്ഷനിലുള്ള ചേച്ചി എനിക്ക് തന്നിട്ട് പറഞ്ഞു, മോളെ നിന്റെ 1 ഇയർ ഫീസ് ഇസ് ഓവർ. ഞാൻ ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞു. അങ്ങനെ 3 വർഷം വിശ്വാസത്തിന്റെ ജീവിതം ശരിക്കും ആ ഫീസ് അടച്ചത് ആരാണെന്ന് വല്ലതും അറിയാമോ? ആ സമയത്ത് ആദ്യത്തെ എന്റെ 1 ഇയർ ഫീസ് അടച്ചത് അന്നാൻറ്റി ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ എനിക്ക് എന്ത് സാഹചര്യങ്ങളും, പക്ഷെ എനിക്ക് ഇവരോടൊക്കെ പറയുവാണെങ്കിൽ എന്നെ സഹായിക്കാൻ അവരുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അവരുടെ ഒന്നും മുന്നില് എന്നെ സഹായിക്കണമെന്നോ, കാരണം ആ ഒരു സമയം കൊണ്ട് എനിക്ക് നല്ലൊരു എൻ്റെ ഒരു ആത്മീയ മാതാവ് എന്ന തലത്തിലേക്കുള്ള എനിക്ക് എന്ത് കാര്യം ആത്മീയമായിട്ട് എൻ്റെ ആ പ്രിയ ആന്റിയോട് ഷെയർ ചെയ്യാവുന്ന തരത്തിലേക്കുള്ള ഒരു ബന്ധം ദൈവം എനിക്ക് തന്നു. പക്ഷെ ആ ബന്ധങ്ങളെ ഒന്നും ഒരിക്കൽ പോലും യൂസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം പണ്ട് തൊട്ടേ എന്റെ അമ്മ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, മോളെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അതെപ്പോഴും ഒന്നെങ്കിൽ ഒരു വിധത്തിൽ നമ്മൾ അത് കടപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ അതൊരു ഇൻവെർട്ടർ കോമയ്ക്കകത്ത് എപ്പോഴും കിടക്കും. അതിലേക്കാൾ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, എല്ലാം ദൈവനാമ മഹത്വം. അങ്ങനെ ഒരു വാക്കിന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഇരുന്നു. പക്ഷെ 3 വർഷം ദൈവം എന്നെ അവിടെ പഠിക്കാൻ സഹായിച്ചു. അങ്ങനെ എന്റെ ബൈബിൾ കോളേജ് കാലത്ത് ആ സമയങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ വീക്കെൻഡ് മിനിസ്ട്രിക്ക് വേണ്ടി അവിടെയുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോകുമായിരുന്നു. അപ്പൊ ഞാൻ തെരഞ്ഞെടുത്ത് ഹോസ്പിറ്റൽ മിനിസ്റ്റർ ചെയ്യാം. അപ്പൊ അങ്ങനെ പോയപ്പോ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഓൾഡ് ഏജ് ഹോം, ഓർഫനേജ്, മെന്റൽ ഒരു ഹോസ്പിറ്റൽ, അങ്ങനെ എല്ലാം കൂടി മന്ദിരം എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു ഭാഗത്ത് ഞാൻ കടന്നുപോയി. ആ സമയത്ത് എനിക്ക് അതിയായ ഒരു ആഗ്രഹം വന്നു. കാരണം വിവാഹത്തിന് മുമ്പ് ഒറ്റയ്ക്ക് ഇവരുടെ ഇടയിൽ കർത്താവിന് വേല ചെയ്യണം, ഇവരെ സേവിക്കണം, ഇവരെ ശുശ്രൂഷിക്കണം, അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ കയറി. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ നേരെ അവിടേക്ക് ഞാൻ ജോയിൻ ചെയ്തു. അവിടുത്തെ പ്രീസ്റ്റുമായിട്ട് ഒരു CSAയിൽ ഒരു അച്ഛനായിരുന്നു അന്നത്തെ അവിടുത്തെ സെക്രട്ടറി, അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം എനിക്ക് അറിഞ്ഞുകൂടാ, എന്നെ 3-4 പ്രാവശ്യം അവിടെ വിസിറ്റ് ചെയ്യുന്ന കണ്ടിട്ടേ ഉള്ളൂ. കണ്ടു, സംസാരിച്ചു, എങ്ങനെ ദൈവത്തിന് പ്രീതി തോന്നി എന്നെ അവിടെ ആക്കി 1 ഇയർ. അപ്പൊ ലോകം മുഴുവനോട് ചോദിച്ചു, കാരണം എന്റെ സഭ, എന്റെ ദേശം, അവരൊക്കെ ചോദിച്ചു, ഒരു പെൺകുട്ടി ബൈബിൾ കോളേജിൽ പോയിട്ട് എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിന് മുന്നില്ല. അപ്പോഴും എന്റെ മാതാപിതാക്കളോട് അവർ ചോദിച്ചു, വിവാഹം എങ്ങനെ നടക്കും, എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചൊരു കുടുംബത്തിൽ നിന്ന് ആര് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കും, അതിന് പോരാഞ്ഞിട്ട് ഇപ്പൊ ബൈബിൾ കോളേജിലും കൂടെ പഠിച്ചൊരു പെൺകുട്ടി, അങ്ങനെയൊക്കെയുള്ള കുറെ ലേബൽസ്, എന്റെ പേര് മാതാപിതാക്കളെ നോക്കാത്തവൾ, അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്തവൾ, അങ്ങനെ എല്ലായിടത്തു നിന്നുള്ള കുറെ ലേബൽസിന്റെ നടുവില് ഒരു പെൺകുട്ടി ഇങ്ങനെ കർത്താവ് നിർത്തി പ്രീതി മക്കളെ. പക്ഷേ
അന്ന് ഞാൻ അവിടെ ഒരു വർഷം കറക്റ്റ്, ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പ 1 ഇയർ കറക്റ്റ് ഒരു വർഷമായപ്പോൾ എനിക്ക് വിവാഹാലോചന വന്നു. അത് വേറെ ഞാൻ കർത്താവിനോട് പറയുമായിരുന്നു, അപ്പൊ ഞാൻ ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കുമായിരുന്നു ബീഹാറിന് വേണ്ടി. അങ്ങനെ 2010 ബീഹാർ ജാർഖണ്ഡ് ആ പാർട്ടീഷൻ ചെയ്ത് ജാർഖണ്ഡിനെ സെപ്പറേറ്റ് ചെയ്ത ഒരു സമയമായിരുന്നു. ആ കാലഘട്ടങ്ങളിലെല്ലാം ഞാൻ അവരോട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ പറയും, ഞാൻ ബൈബിൾ കോളേജിൽ നിന്ന് സമ്മർ മിനിസ്ട്രിക്ക് ഫസ്റ്റ് പോയൊരു സ്റ്റേറ്റാ ബീഹാർ. ഇന്ത്യ മിഷനോട് ഒരുമിച്ച് കോളേജിൽ നിന്ന് വിട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ കൂടെ 2 ആഴ്ച ഞാൻ കർത്താവിന്റെ വേല ചെയ്യാൻ ഉണ്ടായിരുന്നു. അന്ന് ഭാഷ അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ആ സമയത്തും ഞാൻ കർത്താവിനോട് അവരുടെയൊക്കെ അവസ്ഥ കാണുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ദൈവമേ എന്നെ നടന്നെങ്കിൽ ഇങ്ങോട്ട് വിട്ടേക്കണേ, ബീഹാറിലേക്ക് വിട്ടേക്കണേ. ഇതാ എന്റെ ദൈവം എനിക്ക് തന്നൊരു ബോർഡനായിരുന്നു ഈ ജനത. അന്ന് പക്ഷെ ആരോടും പറയാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യമല്ല. അങ്ങനെ ബൈബിൾ കോളേജ് കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ കർത്താവിനോട് 10 കാര്യങ്ങൾ ഒരു ലിസ്റ്റ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്റെ വിവാഹത്തെ കുറിച്ച്. കാരണം വിവാഹം എന്നൊരു ചിന്തയെ എന്റെ മനസ്സിൽ ഇല്ലാതിരുന്ന ഒരു കാലത്തായിരുന്നു. 2005 എന്റെ സഹോദരി മരിക്കുന്നത് വരെ. അതിനുശേഷം അവള് ലാസ്റ്റ് എന്നോട് പറഞ്ഞ 2 കാര്യങ്ങളാ, അച്ഛനും അമ്മയും നോക്കണം, 2 കർത്താവ് എന്തു പറയുന്നു അത് നീ ചെയ്യുക. ഈ 2 കാര്യങ്ങൾ അവനോട് പറഞ്ഞേ. അപ്പൊ ആ കാര്യത്തിന് വേണ്ടി ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുന്ന ഒരു സമയത്താ എന്റെ പ്രിയപ്പെട്ടവന്റെ വിവാഹാലോചന വന്നു. ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിരുന്നില്ല ഒരു പാസ്റ്ററിന്റെ ഭവനത്തിലേക്ക് ചെന്ന് കയറാനോ ഒരു പാസ്റ്റർ മകനെ വിവാഹം കഴിക്കാനോ, ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന് എന്റെ ഒറ്റ മെയിൻ ഡിമാൻഡ് ഇതായിരുന്നു. അവസാന ശ്വാസം വരെ കർത്താവിന് വേണ്ടി ഇനി എന്തൊക്കെ വന്നാലും കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നെ വിവാഹം കഴിക്കേണ്ടത്. ആ ഒരു ചിന്തയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ പ്രിയപ്പെട്ടവന്റെ പ്രൊപ്പോസൽ വന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോഴേ ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ ദർശനങ്ങള് ഞങ്ങൾ നോക്കിയ സൗന്ദര്യമോ ഒന്നുമല്ല, പക്ഷെ ഞങ്ങളുടെ ദർശനം, 2 പേരുടെയും ദർശനം ഒരുപോലെ ചേർന്ന് കൊണ്ടുപോകുന്ന ദർശനം. ആ സമയത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു, കർത്താവേ അങ്ങനത്തെ ആൾക്ക് നന്ദി പറയുന്നു. കാരണം ഞാൻ എന്ത് കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിച്ചു അതുപോലെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം എനിക്ക് തന്നല്ലോ. പക്ഷെ ലോകം ഞങ്ങളുടെ മുമ്പിൽ നോക്കി എങ്ങനെ എന്ത് എന്നൊക്കെ ചോദിച്ചു. പക്ഷേ കാനാവിലെ കല്യാണത്തിന് ഒരു കുറവും വരുത്താതെ ദൈവം നടത്തിയതുപോലെ ആ പ്രിയപ്പെട്ടവന് ദൈവം ഞങ്ങളുടെ വിവാഹ ശുശ്രൂഷയും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടത്തുവാൻ തക്കവണ്ണം സ്വർഗം കൃപ ചെയ്തു. കാരണം അദ്ദേഹം ഒരു കുടുംബത്തിലെ പാസ്റ്ററിന്റെ വീട്ടിലെ മൂത്ത മകനാണ്. താഴെ 2 സിബ്ലിങ്സും ഉണ്ട്, ഒരു അനിയനും ഒരു സിസ്റ്ററും ഉണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമായി ദൈവം എന്നെയും ജോയിൻ ചെയ്യുവാൻ 2010 സഹായിച്ചു. ഞാൻ ഓർത്തു, പാസ്റ്റർ കുടുംബമൊക്കെ അല്ലേ, എനിക്കറിയാവുന്ന പാസ്റ്റർമാരൊക്കെ റിച്ചസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബ പശ്ചാത്തലങ്ങളും IPC ആ ഒരു ചിന്തകളൊക്കെ ആയിരുന്നു. പക്ഷേ ആ കുടുംബത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാ ഞാൻ ഒരു കാര്യം ഞാൻ അറിയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആ ദേശത്തിന് വേണ്ടി ആ ഒരു പർട്ടിക്കുലർ വിഷനെ മാത്രം മുറുകെ പിടിച്ച് 10-32 വർഷം കർത്താവിന് വേണ്ടി ശക്തമായി നിന്നൊരു അപ്പന്റെ മകനെയാണല്ലോ ദൈവമേ അങ്ങ് എനിക്ക് തന്നത്. അപ്പൊ എന്റെ അമ്മയപ്പൻ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, തീച്ചൂളയിൽ നിന്ന് പോയി ഒന്നും കൂടെ തീക്കുണ്ടത്തിലേക്ക് എന്റെ കുഞ്ഞ് പോയല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇല്ല അമ്മ, ആ തീക്കുണ്ടത്തിന്റെ നടുവിലും വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട് അമ്മ. മൂന്നാമനായി ഇറങ്ങി വരുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് ഇറങ്ങി വരുന്ന ഒരു സമയത്ത് ഒരുപക്ഷെ നിങ്ങളൊക്കെ ഉണ്ടായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവിനോട് എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഓക്കെ എനിവേ, പക്ഷെ മോള് എങ്ങനെ പറ്റും? ഞാൻ പറഞ്ഞു, പറ്റും, ദൈവത്താൽ കഴിയും. നമ്മൾ നോക്കുമ്പം അങ്ങനെ ഒരു സാഹചര്യങ്ങൾ, അവർക്ക് വീടില്ല, ഒന്നുമില്ല. ആ പ്രാർത്ഥനയും ഒരു കൊച്ചു സഭയും പക്ഷെ ആ ദേശം ഇന്നെന്റെ പിതാവില്ല, വാത്സല്യ പിതാവ് കർത്തൃസന്നിധി ചേർക്കപ്പെട്ടു 10 വർഷം കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അറിയപ്പെടുന്ന ആ ദേശം അറിയപ്പെടുന്ന ബെഞ്ചമിൻ പാസ്റ്റർ എന്ന് പറയുന്ന ആ പാസ്റ്ററിന്റെ ലേബൽ ആ ദേശം അറിയുന്നത്. അവിടെ മാറി മാറി എത്രയോ പാസ്റ്റേഴ്സ് കടന്നു വന്നു. പക്ഷെ ഇപ്പോഴും ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള, ആ നാട്ടുകാർക്ക് പറയാനുള്ള ഒരു പാസ്റ്റർ ബെഞ്ചമിൻ പാസ്റ്റർ. ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ പലപ്പോഴും എന്റെ മദറിലൂടെ കാര്യത്തിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, മമ്മി ഒരിക്കൽ പോലും
ഇപ്പൊ വിശ്വാസത്തിൽ വന്ന എനിക്ക് തോന്നുന്നത് 42 വർഷം അവര് ഒരുമിച്ച് കർത്താവിന്റെ വേല ചെയ്തു. പക്ഷെ ആ സമയങ്ങളിലെല്ലാം ഒരു അല്ലല്ലോ പിറുപിറുക്കോ ഒന്നും കൂടാതെ, ഇപ്പോഴും സ്വന്തമായി ഭവനമില്ല എങ്കിലും ഇപ്പോഴും അവരുടെ പപ്പായുടെയും മമ്മിയുടെ ഒരു തീരുമാനമായിരുന്നു. അവരുടെ സഭയിലെ എല്ലാ വിശ്വാസികൾക്കും ഒരു ഭവനം ഉണ്ടായതിനു ശേഷം അവർക്കൊരു സ്വന്തമായി ഭവനം വേണം. പക്ഷെ പപ്പ നിത്യമായി ഭവനത്തിലേക്ക് പോയി. പക്ഷെ മമ്മി ഇന്ന് അവശേഷിക്കുന്നുണ്ട്. ഇന്ന് ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ കൂടെ അല്പസമയമായിട്ട് കഴിഞ്ഞ മാസം തൊട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. കുറച്ച് മാസങ്ങൾ ഞങ്ങളോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ച് ഞങ്ങളുടെ കൂടെ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ എന്റെ മമ്മിയുടെ വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല കർത്താവിനെ പഴിച്ചോ ദുഷിച്ചോ ഒരു വാക്ക് പോലും. ഇടയ്ക്ക് ഞാൻ ചോദിക്കാറുണ്ട്, എന്റെ പൊന്നു മമ്മിക്ക് ഒന്നും കർത്താവിനെ പറയാനില്ലേ ഈ സാഹചര്യങ്ങളൊക്കെ കണ്ട? അപ്പോഴും മമ്മി പറയുന്ന ഒരു കാര്യമുണ്ട്, മോളെ നമ്മുടെ സമയമല്ല, അപ്പം വിശ്വസ്തനാടി കുഞ്ഞെ, കർത്താവ് തക്ക സമയത്ത് പ്രവർത്തിക്കും. അപ്പൊ ഞാൻ മനസ്സിൽ പറയാറുണ്ട്, എന്റെ കർത്താവേ വയസ്സ് 68 കഴിഞ്ഞു, ശരീരത്തിന് ഒത്തിരി ക്ലേശങ്ങളുണ്ട്, നല്ലൊരു ആസ്മ പേഷ്യന്റാ. അതൊക്കെ ആസ്മയൊക്കെ എന്ന് പറയുന്നത് അങ്ങനെ ആ ദേശത്തിന് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഇടിവിൽ നിന്ന് അങ്ങനെ ഉണ്ടായ രോഗങ്ങൾ അതൊക്കെ. പക്ഷെ ഇന്നും വലിക്കുന്നതിന്റെ നടുവിലും ആള് പറയുന്ന ഒരു കാര്യമാ, നമ്മുടെ പിതാവ് വിശ്വസ്തനടി കുഞ്ഞെ, കർത്താവ് തരും, ഞാൻ പോകുന്നതിന് മുമ്പ് കർത്താവ് തരും. അഥവാ തന്നില്ലേലും അവിടെ ചെന്ന് എന്റെ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ അവിടെ ചെല്ലും. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ പറയും, ഓക്കെ ഓബേ, ദൈവം വിശ്വസ്തനാ, ദൈവം തരും, സമാധാനിപ്പിക്കും. അങ്ങനെ കർത്താവ് എനിക്ക് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെ ദൈവം കോട്ടയത്ത് തന്നു. ഞാൻ അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ എന്റെ സഹോദരി നഷ്ടമായ സമയത്ത് ഞാൻ എന്റെ അപ്പനോട് ഞാൻ ചോദിച്ചിരുന്നു, അപ്പാ എനിക്കുള്ളതെല്ലാം നഷ്ടമായില്ലേ, എനിക്കൊരു സഹോദരിയെ വേണപ്പാ, എന്നെ സ്നേഹിക്കാൻ, എനിക്ക് സ്നേഹിക്കാൻ എനിക്ക് തരണപ്പാ. അപ്പോ എന്റെ കർത്താവിനോട് അന്ന് വാക്ക് പറഞ്ഞതാ, നിനക്ക് നഷ്ടമായതിനെല്ലാം ഞാൻ തരും, ആരുമില്ലാത്തതിനെ നിനക്ക് മാത്രം സ്നേഹിക്കാം, നിനക്ക് മാത്രം കരുതാൻ നിനക്ക് തരും ഞാൻ. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു, എനിക്ക് കിട്ടിയില്ല. ഞാൻ അപ്പനോട് കഴിഞ്ഞ നാളുകൾ ഞാൻ ചോദിച്ചു, കർത്താവെ കിട്ടിയില്ലല്ലോപ്പാ, എന്തേ വൈകുന്നേ? പക്ഷേ കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എനിക്ക് അങ്ങനെ ഒരു പെൺകുഞ്ഞിനെ എന്റെ സഹോദരിയായി, എന്റെ മാതാപിതാക്കൾ രണ്ടാമത്തെ ഒരു മോളെ പോലെ സ്നേഹിക്കാൻ ഒരു കുഞ്ഞിനെ, ഒരു കുടുംബത്തെ കർത്താവ് തന്നു. ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. അവർക്കും ദൈവം 2 കുഞ്ഞുങ്ങളെ കൊടുത്തിരിക്കുന്നു, ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. പക്ഷേ ആ സമയങ്ങളിലും ഞങ്ങള് ഒത്തിരി ഞങ്ങൾക്ക് ഒരു ആത്മീകമായ ഒരു കുഞ്ഞിനെ ദൈവം തന്നതാ. എന്റെ സിസ്റ്റർ എന്റെ അപ്പന്റെ അമ്മയുടെ മകളല്ല, പക്ഷെ ദൈവത്തിന്റെ വാക്തത്വം അതിൽ നിവൃത്തിയായി. അവർക്കും മാതാപിതാക്കളില്ലാത്തൊരു പെൺകുഞ്ഞ, അവളുടെ മാതാപിതാക്കൾ നഷ്ടമായി. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ അവള് തന്നു. അപ്പം അങ്ങനെ അവര് കുടുംബമായിട്ട് അവര് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 15 വർഷം മുമ്പ് ഞാൻ ബൈബിൾ കോളേജിൽ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന ഒരു കോളനി, സാധാരണ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയിലാ. 14 വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ സഹോദരങ്ങളെല്ലാം വലിയ വീടുകളൊക്കെ വെച്ച് അവരുടേതായ രീതിയിൽ അവർ ജീവിക്കുമ്പോൾ പലരും ഞങ്ങളോട് വന്നിച്ചു. അവർക്ക് ആകെ ഒരു പ്രതീക്ഷ എന്നിലായിരുന്നു. ഞാനും ബൈബിൾ കോളേജിൽ പോയപ്പോൾ അതോടെ തീർന്നു. അവര് പറഞ്ഞു, ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ ദൈവം ഞാൻ പോയ വർഷം ഒരു ദൈവദാസൻ ആ ദേശത്ത് നിന്ന്, കോട്ടയത്തു നിന്ന് വന്ന് എന്റെ അപ്പനോടും അമ്മയോടും ദൂത് പറഞ്ഞേച്ചു പോയി, നിങ്ങൾ ഈ ആലയത്തിന്റെ പുറകില് ദൈവം നിങ്ങൾക്ക് സ്ഥലവും വീടും ദൈവം തരും. അപ്പൊ ഞങ്ങൾ ഓർത്തു, കർത്താവേ എങ്ങനാ? അതും വർഷങ്ങൾ കഴിഞ്ഞു കേട്ടോ. എന്റെ സിസ്റ്റർ മരിച്ചിട്ട് 18 വർഷം കഴിഞ്ഞു. 14-ാമത്തെ വർഷം ആ വാഗ്ദത്തം കർത്താവ് നിവൃത്തീകരിച്ചു. ഞങ്ങൾക്ക് ആലയത്തിന്റെ പുറകില് ഒരു 10 സെന്റ് സ്ഥലം ദൈവം തന്നു. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അത് ഇപ്പോഴും എങ്ങനെ സംഭവിച്ചെന്നൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ കർത്താവ് തന്നു ഞങ്ങൾക്ക്. ആ സ്ഥലം അവിടെ കിടക്കുന്നു. അങ്ങനെ ഈ ലോകമൊക്കെ ഞങ്ങൾ എന്തൊക്കെ ലോകത്തിന് മുമ്പിൽ ഞങ്ങൾ ഏതൊക്കെ വിഷയങ്ങളിൽ മാറ്റിവെച്ചോ അവിടെ എല്ലാം ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പ്രവർത്തിച്ച്
കർത്താവ് ഞങ്ങൾക്ക് അവിടെ തന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു വീട് പണിയണം, അതൊക്കെ കർത്താവിന്റെ കാര്യങ്ങളില, അതിലൊന്നും ഞങ്ങൾക്ക് ഭാരമില്ല. പക്ഷേ ഞാൻ അവിടെ കൊണ്ട് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ അവിടെ കൊണ്ട് നിർത്താണ്ടി. പക്ഷേ 2010 വിവാഹശേഷം ഞങ്ങള് ജാർഖണ്ഡിന്റെ മണ്ണിൽ വന്നു. ഒന്നും അറിഞ്ഞുകൂടാ. അന്ന് 23-ാമത്തെ വയസ്സില് ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് വന്നു. ഞങ്ങള് മിഷണറിമാരായി. കാരണം ഞാനൊരു പാസ്റ്ററല്ല വിവാഹം കഴിച്ചത്, ഒരു മിഷണറിയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഒത്തിരി സന്തോഷത്തോടെ, കഷ്ടത എന്തെന്നും എല്ലാ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയൊരു മനുഷ്യനെ ദൈവം എനിക്ക് തുണയായി തന്നു. ഞങ്ങൾ ഇവിടെ കടന്നു വന്നപ്പോഴും ഞാൻ വിചാരിച്ചു, കർത്താവേ, ബൈബിൾ പരിഭാഷ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാ. എങ്ങനെ എന്ത് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആദ്യത്തെ 10 വർഷത്തോളം ഒരു വീടിന്റെ അകത്ത് ഞാനാണെങ്കിൽ ഒത്തിരി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ദൈവം എന്നെ പഠിപ്പിച്ചു, ആരും സംസാരിക്കാനില്ലാതെ. ഇവിടുത്തെ കൾച്ചർ എന്ന് പറയുന്നത് പൊതുവെ പുറത്തുള്ള ആൾക്കാരുമായിട്ട് പെട്ടെന്ന് മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരല്ല ഇവിടുത്തെ ആൾക്കാര്. അവർ നമ്മളെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് തന്നെ അവര് നമ്മളെ കാണും. നമ്മളങ്ങോട്ട് ചിരിച്ചാലും എത്രയോ പ്രാവശ്യം ഞാൻ ചമ്മി പോയിട്ടുണ്ട്. കാരണം നമ്മൾ മുഖത്തോട് നോക്കി നമ്മൾ സംസാരിച്ചാലും അവര് കേട്ട ഭാഗം നടിക്കത്തേ ഇല്ല. ഞാൻ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ ആഗ്രഹം കൊണ്ട് സംസാരിക്കുന്ന, ഇങ്ങനെ തോണ്ടി വിളിച്ചിട്ട് നമ്മളൊന്ന് ചിരിച്ചാലും ദീദീന്ന് വിളിച്ചാലും അവര് മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ അതിലൊന്നും എനിക്ക് നാണം തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ കർത്താവിനോട് ഞാൻ അപ്പോഴും ഇതെല്ലാം കഴിഞ്ഞ് റൂമിൽ വരുമ്പോ ഞാൻ അപ്പനോട് പറയും, അപ്പാ, ഈ ജനം വിളിച്ച് സംസാരിക്കുന്ന ഒരു സമയമുണ്ട്. അതിനായി സ്തോത്രം പറഞ്ഞ് ഞാൻ അങ്ങ് വിശ്വാസത്തെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങൾ ചലഞ്ചസ്. കാരണം നോർത്തിലെ പ്രയാസം എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലില്ല, മാന്യമായ ഒരു ഹോസ്പിറ്റലില്ല. ഞങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 2010 എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഭീതിയുള്ളൊരു സ്ഥലവും ഒരു ഏരിയ ആയിരുന്നു ഞങ്ങൾ താമസിക്കുന്നത്. പക്ഷെ ഇതൊന്നും അറിയാതെയാണ് ഞങ്ങൾ വന്ന് താമസിച്ചത്. പക്ഷെ പതുക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, പുറത്തിറങ്ങുമ്പോഴാണ് അറിയുന്നത് ബന്ധാണെന്ന്. പുറത്തിറങ്ങുമ്പോഴാണ് നമ്മൾ അടുത്തറിയുന്നത് ഇന്നയിടത്ത് ഇന്നയാളെ തീർത്തെന്നുള്ള കാര്യം. അങ്ങനെ ചിലയിടത്ത് കുറച്ച് കഴിയുമ്പോൾ അറിയുന്നേ അവിടെ ഫയറിംഗ് ആണ്. അപ്പോഴൊക്കെയാണ് കാര്യത്തിന്റെ ആ ഒരു ഭീകരത എന്തെന്ന് മനസ്സിലായി. പക്ഷെ അതിന്റെ നടുവിലും ഞങ്ങൾ പരസ്പരം പറയുമായിരുന്നു, വിളിച്ച ദൈവം വിശ്വസ്തനല്ലേനോ, അതുകൊണ്ട് അപകടം വരാതെ കർത്താവ് സൂക്ഷിക്കും. എന്നാലും കർത്താവിന്റെ ഹിതം അതാണെങ്കിൽ അതങ്ങനെ തന്നെ നടക്കുവാനോ എന്നൊക്കെ ഞങ്ങൾ പരസ്പരം പറയും. ലോകം എന്നെ നോക്കി വിധി എഴുതി, കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ല എന്ന് വിധി എഴുതി. എനിക്ക് യൂട്രസില് ഒത്തിരി ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു ആഫ്റ്റർ മാരേജ്. അപ്പോഴാണ് തിരിച്ചറിയുന്ന ഒത്തിരി ഫൈബ്രോയിഡ് ഉണ്ട്, നടക്കത്തില്ല ഒന്നും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരും ഡയബറ്റിക്കിൻ്റെതായ പ്രയാസങ്ങളൊക്കെ വന്നു. അപ്പൊ പ്രോപ്പറായിട്ട് ഒരു മെഡിക്കേഷൻ നടത്താനുള്ള സാഹചര്യം ഇവിടെ ഇല്ല. ലോകം ഞങ്ങളെ നോക്കി വിധി എഴുതി. പക്ഷെ ആദ്യത്തെ ഞങ്ങള് 2010 ഞാന് കൺസീവ് ആയി. പക്ഷെ ആ കുഞ്ഞ് മിസ്കാരേജ് ആയി. അതിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അറിയുന്നത്. ഒരു പ്രൈവറ്റ് ക്ലിനിക്കിൽ പോയി അവിടുത്തെ വളരെ ദയനീയമായ അവസ്ഥ കണ്ട് പേടിച്ച്. കാരണം റൂമിൽ കിടക്കോ, ക്ലിനിക്കിന്റെ അകത്ത്, ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് അവരെന്നെ കൊണ്ടുപോയി. കാര്യങ്ങള് പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി എല്ലാം റെഡിയാക്കി. അപ്പോഴാണ് ഞാൻ സാഹചര്യങ്ങൾ നോക്കുന്നത്. എനിക്കന്ന് ഒരു വാക്കുപോലും ഹിന്ദി അറിഞ്ഞുകൂടാ, അക്ഷരമാല തികച്ചു അറിയത്തില്ല എന്നുള്ളൊരു അവസ്ഥയില ഞാൻ 2010 പ്രിയപ്പെട്ടവരോട് വരുന്നത്. കുറച്ച് അത്യാവശ്യം അവരോട് സംസാരിക്കാം, അത്രേ ഉള്ളൂ. ആ ഒരു അവസ്ഥയൊക്കെ കണ്ടപ്പോ ഞാൻ നിലവിളിച്ചു. കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അച്ഛനകത്ത് കയറാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം സൂക്ഷിച്ചു. ആ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് പുറത്തു വന്നു. അപ്പൊ ആ ഡോക്ടറിനോട് പറഞ്ഞു, ടെൻഷൻ ആവണ്ട, 6 മാസം കഴിയുമ്പോ നീ കൺസീവ് ആകും, പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഒരു ഹൈന്ദവ ഒരു ഡോക്ടറാ, ലേഡി ഡോക്ടർ അങ്ങനെ പറഞ്ഞെങ്കിലും എന്റെ ഉള്ളിൽ ടെൻഷനായി. ഇവിടെ തന്നെയാണല്ലോ മറ്റു കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്, ഈ സാഹചര്യത്തിൽ എങ്ങനെ. പക്ഷെ ലോകം എന്നെ നോക്കി വിധി എഴുതി, നിനക്ക് മക്കളുണ്ടാവത്തില്ല. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ 3 കുഞ്ഞുങ്ങളുടെ അമ്മയാ ഞാന്. എനിക്ക് 13 വയസ്സുള്ളൊരു മൂത്ത മകനുണ്ട്, ജോനാഥൻ. അവൻ ഒരു വായപ്പൻ തൊട്ടേ ദൈവം ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ച് പല അപകടങ്ങളും അവന്റെ ജീവിതത്തിൽ കൺസീവ് ആയ സമയം തൊട്ട് നഷ്ടമാവുമെന്ന് ലോകം എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നോ, ദൈവം തന്നതാ, നഷ്ടമാവത്തില്ല. അങ്ങനെ 2010 2012 ഞങ്ങളുടെ മോനെ ദൈവം തന്നു. അതിനുശേഷം 5 വർഷം കഴിഞ്ഞ് 2ാമത്തെ മോളെ
ഞാൻ കൺസീവ് ചെയ്തപ്പോൾ ഇവിടുത്തെ മെഡിക്കേഷൻ അവർ നോക്കിയിട്ട് പറഞ്ഞു കുഞ്ഞ് കൺസീവ് അല്ല, അത് ബ്ലഡ് ക്ലോട്ട് ചെയ്താന്ന് പറഞ്ഞ് എനിക്ക് മെഡിസിൻ തന്നു. ആ മെഡിസിൻ കഴിച്ച് ഞാൻ 9 മെഡിസിൻ ഞാൻ എടുത്തു. പക്ഷെ പിന്നീടാണ് അറിയുന്നത് അത് അബോർഷനുള്ള മെഡിസിനാ. പക്ഷേ ഞാൻ 3ാമതൊരു ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ആ ഡോക്ടറിനോട് പറഞ്ഞു, സ്കാൻ ചെയ്തു നോക്കിയപ്പോൾ 2.5 മാസം കൂടെ ഒരു കുഞ്ഞകത്തുണ്ട്, ജീവനുള്ള കുഞ്ഞ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, മോളെ ഇത്രയും മെഡിസിൻ കഴിച്ച സ്ഥിതിക്ക് ഈ കുഞ്ഞ് 99% അംഗവൈകല്യത്തോടമേ പുറത്തു വരത്തുള്ളൂ. ഞാൻ നിനക്ക് ഗ്യാരണ്ടി തരാം. എന്തിനാ വെറുതെ അങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്ന? ജസ്റ്റ് ലീവ് ഇറ്റ്, 1 മെഡിസിൻ ഞാൻ തരാം, ഇപ്പം തന്നെ അത് പോകും. ഞാൻ പറഞ്ഞു, അത് പോകാൻ വേണ്ടി മെഡിസിന് വേണ്ടി വന്നവരല്ല ഞങ്ങള്, ഇതിന് ജീവന ഇത് എന്താന്ന് അറിയാൻ വേണ്ടി വന്നവരാ. അതിന് എന്താണേലും അതങ്ങനെ പുറത്തു വന്നോട്ടെ, പോകുന്നെങ്കിൽ തന്നെ പൊക്കോട്ടെ എന്നുള്ള ഒരു കുറച്ചുകൂടെ. പക്ഷെ ഉള്ളിൽ മുഴുവൻ ഒരു ടെൻഷനായിരുന്നു. കർത്താവേ, ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ പുറത്തു വരും? അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോയി. 5ാമത്തെ മാസം ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, മാഡം നടക്കത്തില്ല, ഈ മെഡിസിൻ നിങ്ങൾ എടുത്തതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കുഞ്ഞ് അംഗവൈകല്യത്തോട് മാത്രമേ പുറത്തു വരത്തുള്ളൂ. ഇതിന് അബോർഷൻ ചെയ്യാം, മെഡിക്കലി നമുക്ക് പറ്റും, അബോർഷൻ ചെയ്യാം. ഞാൻ പറഞ്ഞു, നോ, അതിനാണെ എനിക്ക് നേരത്തെ അവിടെ നിന്ന് ചെയ്യാമല്ലോ. പക്ഷെ ഞാൻ ആ ഡോക്ടറോട് ഞാൻ എന്റെ സാഹചര്യങ്ങൾ പറഞ്ഞു. ആ ഡോക്ടർ എന്തോ അറിയത്തില്ല, അതൊരു ഹൈന്ദവ ഡോക്ടറാ. ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇത്ര സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു ലേഡി ആയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോണിൽ കൂടെ കൺസൾട്ട് ചെയ്യാം, ഡോണ്ട് വറി പറഞ്ഞു. എന്നെ എൻകറേജ് ചെയ്ത് പുള്ളി വിട്ടു. ഇവിടെ വന്ന് എന്നെ ഒരു സ്കാനിങ്ങിനൊക്കെ എഴുതി തന്നു. 7ാം മാസം ആ സ്കാനിങ് ചെയ്യുമ്പം ഞങ്ങൾ തമ്മിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് നല്ലൊരു കോസ്റ്റ്ലി ആയ ഒരു സ്കാനിങ്ങാ. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള സാമ്പത്തികമില്ല. ഇപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, അനു, അഥവാ നമ്മളിപ്പോ സ്കാൻ ചെയ്തു, ആ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ഇതുണ്ടോ, അബോർഷൻ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് എന്റെ ചേട്ടൻ, നോ, ഒരിക്കലും ഇല്ല, ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ നമ്മൾ അതിനു വേണ്ടി പോകുന്നേ? സോ ജസ്റ്റ് ലീവ് ഇറ്റ്, ഫോർഗെറ്റ് ഇറ്റ്, വിൽ പ്രേ. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. 2017 നവംബർ 6-ാം തീയതി എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട 3.5 കിലോ തൂക്കമുള്ള ഒരു സുന്ദരിയായ ഒരു മോളെ കർത്താവ് എന്റെ കയ്യിൽ തന്നു. ഞാൻ ആദ്യം ആ ലേബർ റൂമിൽ ഞാൻ അനുഭവിച്ച, അപ്പൊ എന്റെ ശരീരമൊക്കെ നല്ല, ഞാൻ ബോഡി വെയിറ്റ് ഉള്ള ഒരാളാ. അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞു, സിസേറിയനെ നടക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, നോ, സിസേറിയൻ നടക്കത്തില്ല. കാരണം എന്റെ ദൈവം അകത്ത് തന്നതിനെ പുറത്തു കൊണ്ടുവരാൻ എന്റെ ദൈവം മതിയായവൻ. അവൻ ഗർഭപാത്രം അടയ്ക്കുന്നവനല്ല, അവൻ തുറക്കും. റൈറ്റ് ടൈം ഹി വിൽ ഓപ്പൺ. സോ ഡോക്ടർ ധൈര്യമായിട്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇരുന്നു. പക്ഷെ എനിക്ക് പെട്ടെന്ന് തന്നെ ലേബർ പെയിൻ വന്നു. കുഞ്ഞ് പുറത്തു വന്നു. ഞാൻ ആദ്യം നോക്കിയത് എന്റെ കൈയും കാലുകളും ഒക്കെയോ ഉണ്ടോന്നുള്ളതാ. എന്റെ കുഞ്ഞ് പുറത്തു വന്നത് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് എന്റെ കുഞ്ഞ് പുറത്തു വന്നേ. അപ്പൊ എനിക്ക് മനസ്സിലായി അവൾക്ക് ശബ്ദമുണ്ട്. അവള് കൈ കാലുകളൊക്കെ ഇട്ടടിക്കുന്ന കണ്ടപ്പോ കൈയും കാലും ഒക്കെയുള്ള കുഞ്ഞാ എന്റെ കുഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാ അടുത്തത് ഞാൻ അനുഭവിക്കേണ്ടി വന്നു. എന്റെ ക്ലാസ്സിന്റെ പൊട്ടിപ്പോയി. മരണത്തോടും ജീവിതത്തോടും 2ാമത്തെ സമയം ഞാൻ മല്ലിടേണ്ടി വന്നു. ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് പെട്ടെന്നൊരു എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞൂടാ. പകുതി ക്ലാസ്സിന്റെ അകത്ത് പോയി, പകുതി പുറത്തും. ആ ഒരു അവസ്ഥയില് എല്ലാം കഴിഞ്ഞു. ഞാൻ മാക്സിമം ഞാൻ സഹിക്കേണ്ടതെല്ലാം ഞാൻ ആ ലേബർ റൂമിൽ സഹിച്ചു. അവസാനം എന്റെ സ്ഥിതി ഇച്ചിരി വഷളായെന്ന് കണ്ടപ്പോൾ ഡോക്ടേഴ്സ് എന്റെ പ്രിയപ്പെട്ടവനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്നെ കൊണ്ടുവരാൻ സ്ട്രക്ചർ കൊണ്ടുവന്നപ്പോ അപ്പോഴും ഞാൻ എന്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് തന്നതാ വാഗ്ദത്ത കുഞ്ഞ് അപ്പുറത്ത് വന്നത്, അങ്ങനെയെങ്കിൽ എന്നെ പുറത്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം അങ്ങേക്കാം. അത്ര പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടർ വന്ന്, ചെറിയൊരു ഡ്യൂട്ടി ഡോക്ടർ വന്ന് ജസ്റ്റ് അവരുടെ പ്രൊസീജിയർ ചെയ്തപ്പോൾ അതിന്റെ ബാക്കി അവരുടെ കയ്യിലേക്ക് ഇട്ടുവാനിടയായി. അങ്ങനെ അവിടെ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു. 2017 കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളെ ഓർത്ത്, ഓക്കെ, ഇനിയിപ്പം ഞങ്ങൾക്ക് ഇനി കുഞ്ഞുങ്ങളൊന്നും വരാനില്ല. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബയോകോളജി പഠിക്കുന്ന സമയത്ത് ഒരു ലൂതറൻ, ഒരു മിഷണറി, ഒരു ഫോറിനർ പാസ്റ്റർ വന്ന് എന്നോട് പറഞ്ഞു, നീ ഹന്നയെ പോലെ നീ നിൽക്കും, നീ ഹന്നയെ പോലെ നീ കരയേണ്ട ജീവിതത്തില് പ്രയാസങ്ങൾ വരും. പക്ഷെ പതറി പോണ്ട മകളെ, നിനക്ക് മക്കളെ കൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കാം. അന്ന് ഞാനും ചിരിച്ചു, എന്റെ കൂട്ടുകാരൊക്കെ ചിരിച്ചു. അത്രയും കുട്ടികൾ പഠിക്കുന്നതിന്റെ ഇടയിൽ എന്നെ പേര് ചൊല്ലി വിളിച്ച് എന്നോട് ഈ ഒരു ആലോചന അന്ന് 2007 എന്നോട് പറഞ്ഞൊരു ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഓർത്തു, കർത്താവേ, അങ്ങനെ 2023
ദൈവം ഞങ്ങൾക്ക് മൂന്നാമതൊരു പെൺകുഞ്ഞിനെയും കൂടെ കർത്താവ് തന്നു. അവൾക്ക് ഇന്നിപ്പോ 1.25 വയസ്സുണ്ട്, ഹന്ന. അങ്ങനെ 3 കുഞ്ഞുങ്ങള്. ലോകം മുഴുവൻ എന്നോട് ചോദിച്ചു, ആ ഒരു സ്റ്റേറ്റിൽ പോയിട്ട് വേറെ ഏതൊക്കെ സ്ഥലമുണ്ട് കുഞ്ഞുങ്ങളെ കർത്താവിന്റെ വേല ചെയ്യാൻ? അവിടെ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്റെ ദൈവം വിശ്വസ്തന. ഇന്ന് വരെയും ഞങ്ങൾ താമസിക്കുന്ന മലേറിയ ചെവിയുടെ ഏരിയയിലാണ്. പക്ഷെ ഇന്ന് വരെയും ഈ 14 വർഷമായി ദൈവം ഞങ്ങളെ കുടുംബമായി, ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്കെല്ലാം മലേറിയക്ക് അകത്ത് നിന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ അതിന്റെ അകത്ത് അങ്ങനെ വന്ന് ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്യുന്നവരാ. പക്ഷേ ഞങ്ങളെ കർത്താവ് ഉള്ളം കയ്യില് ഇന്ന് വരെയും പരിപാലിച്ചു. ഞാൻ എല്ലാ മഹത്വവും ഞാൻ കർത്താവിന് കൊടുക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ ആദ്യത്തെ സമയങ്ങളില്ല, 2 വർഷം ഞങ്ങളുടെ ഇവിടുത്തെ സഹോദരങ്ങള്, ഞങ്ങളുടെ ഇവിടുത്തെ പ്രിമിറ്റീവായ ട്രൈബ്സിന്റെ ഇടയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ആ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവര് കഴിക്കുന്ന ആഹാരങ്ങള് വളരെ വൃത്തിഹീന സാഹചര്യങ്ങളിൽ കൂടെ ഒക്കെ കഴിയുന്നവരും ആഹാരങ്ങളൊക്കെ അങ്ങനെ പാകം ചെയ്യുന്നവരാ. നമ്മളെ പോലെ എല്ലാം നോക്കി ചെയ്യുന്നവരല്ല. പക്ഷേ ഇന്ന് ആ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും ദൈവം വരുത്തിയ രൂപാന്തരങ്ങളെ ഓർക്കുമ്പോൾ ആ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ അന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം പലപ്പോഴും കഴിക്കുമ്പോൾ, അതായത് നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈയും പച്ചപ്പയറ് മെഴുക്കുവരട്ടിയും ഒക്കെ കഴിക്കുമ്പോൾ പലപ്പോഴും ഞാൻ പുഴുക്കളെയൊക്കെ എടുത്ത് ഞാൻ മാറ്റി കളഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ കടിച്ചു പോയിട്ടുണ്ട്. കാരണം നമുക്ക് അറിഞ്ഞുകൂടെ ഇതിന്റെ കൂടെ ചോറ് കടിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്ന മാംസം കടിക്കുന്ന അവസ്ഥ. പക്ഷേ അതിന്റെയൊക്കെ നടുവിൽ ഒരു പിറുപിറുപ്പില്ലാതെ അന്നിപ്പോ കഴിച്ചു കഴിയുമ്പോൾ ഞാൻ പറയും, നമ്മളിനി അടുത്ത പ്രശ്നം കട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കണേ സഹോദരന്മാരെ. കാരണം ഞാൻ ആക്ഷനിൽ കൂടെ പറയും, എനിക്കന്ന് ഹിന്ദി അറിഞ്ഞുകൂടാ. പക്ഷെ അതിന്റെ നടുവിൽ അവരുടെ കൂടെ ഒപ്പം ആദ്യത്തെ 3 വർഷം ആയിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. പിന്നെ അവര് മാറി വേറെ ഓഫീസും കാര്യങ്ങളുമായി അവര് മാറിയപ്പോഴും ദൈവത്തിന്റെ ആ സ്നേഹം ഇന്ന് ഞങ്ങൾ ഇവിടെ നിർത്തുന്നെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതി ഒന്ന് മാത്രമാ. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എന്നെയും നിങ്ങളെയൊക്കെ വിളിച്ച വിളി നിയോഗങ്ങൾ വേറെയാ. നമ്മൾ യുണീക്കായ ആൾക്കാരാ. അതുകൊണ്ട് തന്നെ നമ്മുടെ നിയോഗത്തിനനുസരിച്ച് ദൈവം എന്നിലും നിങ്ങളിലും ഫലമേൽപ്പിച്ച ആ നിയോഗത്തിന് ഞാനും നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ പ്രിയതേ മക്കളെ, പ്രശ്ന സങ്കീർണമായ ജീവിതം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പ്രശ്നം സങ്കീർണമായ ജീവിതമാണ് നമ്മുടെ മുമ്പില്. പക്ഷേ അതിന്റെ നടുവിലും ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹമുണ്ട്. നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തിന്റെ മറവില് ഞാനും നിങ്ങൾ മാറ്റിയിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ നിൽപ്പാൻ തയ്യാറാകുന്നെങ്കിൽ പ്രിയതേ മക്കളെ, ഏത് സാഹചര്യത്തിലും നമ്മളെ കരം പിടിച്ച് വിളിച്ച ദൈവം വിശ്വസ്തനും നമ്മള് ഒത്തിരി പ്രാവശ്യം പറയുന്നവരാ. പക്ഷെ അത് അനുഭവിച്ചറിയുവാൻ തിരുവചനം പറയുന്നുണ്ട്, ടേസ്റ്റ് ആൻഡ് സീ God is good. അനുഭവിച്ച് രുചിച്ചറിഞ്ഞ ആ ഒരു ക്രിസ്തീയ ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല. പലപ്പോഴും നമുക്ക് പറ്റുന്ന എന്താ അറിയാമോ, നമ്മുടെ കുറെ ലിസ്റ്റ് അങ്ങോട്ട് കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കും. നമ്മൾ കർത്താവിനോട് പറയും, കർത്താവെ അതിങ്ങനെ ചെയ്തോ. ഒരിക്കലുമല്ല. അപ്പന്റെ സന്നിധിയിലെ ക്ഷമയോടെ കാത്തിരുന്ന അപ്പന്റെ ശബ്ദം കേട്ട് അപ്പന്റെ വിളിക്ക് കാതോർത്ത് അപ്പന് വേണ്ടി അവസാന ശ്വാസം വരെ ഞങ്ങൾ എപ്പോഴും പറയും. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, ഒന്നേ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്കറിഞ്ഞുകൂടാ ഞങ്ങളുടെ ജീവിതം നാളെ എന്തെന്ന്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം നാളെ എന്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. തിരുവചനം പറയുന്നു, ഇന്ന് ഈ നിമിഷം നമുക്കറിഞ്ഞുകൂടാ നെക്സ്റ്റ് എന്താന്നുള്ളത്. അത് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടിയ ആയുസ് അല്പസമയം, ആ അല്പസമയം നമ്മുടെ മുമ്പിലുള്ളൂ. ആ സമയം മറ്റു കാര്യങ്ങള് ഒത്തിരി കേൾക്കാറുണ്ട് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ. പക്ഷെ അതിനൊന്നും ചെവി കൊടുക്കാതെ നമ്മുടെ കർത്താവിന് വേണ്ടി തിരുവചനം പറയുന്നുണ്ടല്ലോ, എന്നോരെ അതായത് നിലവിളിക്കുന്നവരുടെ മുമ്പില് തുറക്കപ്പെടുന്ന ഒരു നീരുറവുകളുണ്ട്. പ്രിയ മക്കളെ, നമുക്കറിയാം നമ്മുടെ ഹാഗാർ നിലവിളിച്ചു. ഹാഗാറിന്റെ വിശപ്പിന് അല്ലെങ്കിൽ ഹാഗാറിന്റെ ആ ദാഹം, അവളുടെ ആവല്, അവളുടെ ആ ദുഃഖം, ആ വിതയ്ക്ക് മുമ്പിൽ തുറന്നൊരു ദൈവമുണ്ട്. അതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ മുമ്പിൽ അല്പസമയമുള്ളൂ. അത് കർത്താവിന് വേണ്ടി ഓടേണ്ട സമയമാണ്. മറ്റു കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ നമുക്കൊന്നും കാണത്തില്ലായിരിക്കും, മറ്റുള്ളവർ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. ഇതൊന്നും ഈ മറ്റുള്ളവരാരും നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. പ്രിയതേ മക്കളെ, അപ്പന്റെ ശബ്ദത്തിന് അപ്പന്റെ വിളിക്കനുസരിച്ച് ഞാനും നിങ്ങളും ജീവിക്കാൻ ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ, അവർക്ക് വേണ്ടി കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ പൊന്മുഖം കാണുമ്പോൾ അപ്പന്റെ സന്നിധിയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് വലിയൊരു റിവാർഡ് അവിടെ കിട്ടും. അത് മതി, അതാണ് ശാശ്വതം. അതുകൊണ്ട് എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിലുള്ള എന്റെ സ്നേഹവും
നന്ദി ഞാൻ അറിയിക്കുന്നു. ജോസ് ടി വി ടെസ്റ്റിമണി ചാനലിനോടുള്ള എന്റെ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you. ആമേൻ ആമേൻ. ഓക്കെ ഓക്കെ അനിത, കർത്താവ് സഹായിക്കട്ടെ. ജാർഖണ്ഡിന്റെ പ്രദേശത്ത് കർത്താവ് ഹാലിൽ ഉപയോഗിക്കട്ടെ. അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുവാന് കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, റിലേറ്റീവ്സ് ഒക്കെ വിശ്വാസത്തിൽ കടന്നു വന്നിട്ടുണ്ടോ മമ്മിയുടെ? ഇല്ല ഇല്ല ആന്റി, എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ അപ്പയ്ക്ക് ആരുമില്ല. എന്റെ അമ്മയുടെ കുടുംബത്തിൽ നിന്ന് അമ്മയുടെ രണ്ടാമത്തെ ബ്രദർ മോഹനൻ നായർ എന്ന് പറയും. അദ്ദേഹമാണ് അമ്മയുടെ കുടുംബത്തിൽ ആദ്യം വിശ്വാസത്തിൽ വന്നത്. അദ്ദേഹം അരയ്ക്ക് താഴോട്ട് തളർന്ന ഒരു മനുഷ്യനാണ്. മരത്തിൽ നിന്ന് വീണ് 25-ാമത്തെ വയസ്സിൽ മരത്തിൽ നിന്ന് വീണ് തളർന്നു. ഇപ്പം അദ്ദേഹം കാരുണ്യഭവൻ എന്നൊക്കെ പറഞ്ഞൊരു അതുപോലെ അദ്ദേഹത്തെ പോലെ വയ്യാത്ത കുറെ ആൾക്കാരെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നു. അദ്ദേഹം കണ്ണൂരുണ്ട്, കൂത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം കുടുംബവുമായിട്ടുണ്ട്. പിന്നെ അമ്മയുടെ മൂത്തൊരു ജ്യേഷ്ഠൻ, അദ്ദേഹം യാക്കോബ സമുദായത്തിൽ ഇപ്പം ആയിരിക്കുന്നു. അങ്ങനെ അവര് രണ്ടുപേരേ ഉള്ളു വിശ്വാസത്തില്, വേറെ ആരും വിശ്വാസത്തിലില്ല. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് എത്രത്തോളം ഉപയോഗിക്കുന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അനേകർക്ക് തീർച്ചയായിട്ടും ആശ്വാസവും തണലും തണുപ്പും ഒക്കെ ആക്കി കർത്താവ് ജാർഖണ്ഡിന്റെ പ്രദേശത്ത് നിങ്ങളെ ഉപയോഗിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നൽകി തരട്ടെ. താങ്ക് യു. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ ദേവദാസ്. സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഇത്രയും സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ ആയിരിക്കാൻ അങ്ങ് തന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പിതാവേ, ജീവിതത്തിൽ അനുഭവിച്ച അങ്ങ് കടത്തിവിട്ട സാഹചര്യങ്ങളെല്ലാം കർത്താവെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഷെയർ ചെയ്യുവാൻ അങ്ങ് തന്ന സാവകാശത്തെ അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. അപ്പാ, അടിയന്റെ സാക്ഷ്യം അപ്പാ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കുവാൻ തക്കവണ്ണം എന്നിൽ ഞാൻ കടന്നുപോയ അവസ്ഥകൾ കൂടെ, ഒറ്റപ്പെടലുകൾ കൂടെ, ഏകാന്തതയിൽ കൂടെ, ആരും സഹായിപ്പാനില്ല എന്നുള്ള ചിന്തയിൽ കൂടെ ഒറ്റപ്പെട്ടു മടുത്തു, ജീവിതം മടുത്തു, ഇനി എന്തെന്നറിയാതെ, ഇനി എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പിതാവേ അവരോട് അങ്ങ് സംസാരിക്കണം. കേൾക്കുന്നവർക്ക് ഒരു അനുഗ്രഹമാക്കി അങ്ങ് മാറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പാ അങ്ങയുടെ ദാസി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ ചാനല് അനേകർക്ക് ആശ്വാസമാകുവാൻ, അനേകർക്ക് അനുഗ്രഹമാകുവാൻ തക്കവണ്ണം സ്വർഗമേ അങ്ങ് സഹായിക്കണം. അങ്ങ് പ്രാർത്ഥന യാചനയും കേട്ടിരിക്കുക. സ്തോത്രം. സകലവും മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ പിതാവേ. ആമേൻ. ആമേൻ. ഓക്കേ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ആന്റി. ദൈവം അനുഗ്രഹിക്കട്ടെ.